നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. മഴയും മഴക്കെടുതിയുമൊന്നും അത്ര പെട്ടെന്ന് നമ്മുടെ മുന്നിൽ നിന്ന്, നമ്മുടെ കേരളത്തിൽ നിന്ന് മാഞ്ഞിട്ടില്ല. അതിൻ്റെ ദുരിതങ്ങളെല്ലാം ഇപ്പോഴും പലയിടത്തും ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്നത്തെ ഈ ഒരു രാവിലെ, ഇന്നത്തെ ഒരു പ്രഭാതത്തിൽ നമ്മൾ കേൾക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത അർജുൻ ആയങ്കി എന്ന ഒരു വ്യക്തിയുടെ അറസ്റ്റാണ്. ആരാണ് അർജുൻ ആയങ്കി? എന്താണ് ഇത്രയും ഇന്ന് രാവിലെ മുതൽ ഈ മാധ്യമങ്ങളെല്ലാം ഇത്ര വലുതായി കൊട്ടി ആഘോഷിച്ച് അർജുൻ ആയങ്കിയുടെ അറസ്റ്റ് ഇത്തരത്തിൽ ആഘോഷിക്കുന്നത്? നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളൊക്കെ അറിയാം. എന്തായാലും കഴിഞ്ഞ 2-3 ദിവസങ്ങളായി കേരള പോലീസിനെ വലിയ രീതിയിൽ തന്നെ കറക്കി എടുത്ത് എവിടെയാണെന്നൊന്നും അറിയാതെ ആകെ ചുറ്റി വളച്ച് ഓടിക്കുകയായിരുന്നു ഈ അർജുൻ ആയങ്കി. പാർട്ടി കൈവിട്ടുവെങ്കിലും തനിക്ക് കൃത്യമായ ഇടങ്ങളും താവളങ്ങളും ഒക്കെ ഉണ്ട് എന്ന് അർജുൻ ആയങ്കി ഒരിക്കൽ കൂടി കാണിച്ചിരിക്കുകയാണ്. ഈ സുരക്ഷിതമായ ഇടങ്ങളിലൊക്കെ ഇരുന്ന സിസ്റ്റത്തെയും സംവിധാനത്തെയും ഒക്കെ ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെ ഈ രീതിയിൽ ആക്രമിക്കുകയും അല്ലെങ്കിൽ അപഹസിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തി. എന്തായാലും ഇന്നലെ ഒരു മിന്നൽ ആക്രമണം എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. എന്തായാലും അർജുൻ ആയങ്കി പോലീസിൻ്റെ കസ്റ്റഡിയിലായിട്ടുണ്ട്. വിശദമായ റിപ്പോർട്ടുകളുണ്ട്. ഒപ്പം മഴ മുന്നറിയിപ്പുകൾ, മഴക്കെടുതി എന്തായി നിൽക്കുന്നു, അതൊക്കെയും അറിയേണ്ടതുണ്ട്. ഓക്കെ, വരാം. ആദ്യം തലക്കെട്ടുകൾ. ആഭ്യന്തരമന്ത്രിയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ അർജുൻ ആയങ്കി കണ്ണൂരിൽ അറസ്റ്റിൽ. പോലീസ് ഓടിച്ചിട്ട് പിടികൂടിയത് അഭിഭാഷകയെ കാണാനെത്തിയപ്പോൾ. കുടുക്കിയത് ഫ്ളാറ്റിലെത്തിച്ച ഓട്ടോ ഡ്രൈവറുടെ മൊഴി. കസ്റ്റഡിയിലെടുത്തത് DIGയുടെ നേതൃത്വത്തിലുള്ള സംഘം. വിലങ്ങ് വീണിട്ടും കടലിൽ കാണാതായവരെ കിട്ടിയോ എന്ന് പരിഹാസം. കോതമംഗലം പോലീസ് എറണാകുളത്തേക്ക് കൊണ്ടുവരും. അന്വേഷണം അർജുനെ ഒളിവിൽ കഴിയാൻ സഹായിച്ചവരിലേക്ക്. കൊല്ലം നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ് കാണാതായ ഗൗതം കൃഷ്ണയ്ക്കായി തിരച്ചിലിന് നേവി സ്കൂബ ടീമും. മുതലപ്പുഴയിലും വിഴിഞ്ഞത്തും കടലിൽ കാണാതായ ഷിജിനും ജോണിനുമായി തിരച്ചിൽ 10ാം ദിവസവും തുടരുന്നു. സംസ്ഥാനത്ത് നിന്നും പരക്കെ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ യെല്ലോ അലർട്ട്. അസമിൽ മഴക്കെടുതി രൂക്ഷം. മരണം 100 കടന്നു. വീടുകൾ കയറിയിറങ്ങിയുള്ള പരിശോധനയുമായി സർക്കാർ. ഹിമാചൽ, UP, ഹരിയാന, ഡൽഹി എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴ തുടരുന്നു. കൊച്ചി ഇന്ത്യൻ ബാങ്കിലെ കോടികളുടെ തട്ടിപ്പിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടേക്കും. ഡയറക്ട് സെല്ലിംഗ് ഏജന്റ് കമ്പനി തട്ടിയത് 29 കോടി രൂപ. തട്ടിപ്പ് നടത്തിയത് റിയാദ് ഇന്ത്യൻ കോൺസുലേറ്റിന്റെയും മസ്കറ്റ് എംബസിയുടെയും വ്യാജ അറ്റസ്റ്റ് രേഖയുണ്ടാക്കി. FCRA ഭേദഗതി ബില്ലിന്മേൽ പാർലമെന്റിൽ ബുധനാഴ്ച ചർച്ച നടക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ മറുപടി പറയും. CJP സമരത്തിലെ പോലീസ് നടപടിയിൽ അമിത് ഷാ മറുപടി പറയും വരെ പാർലമെന്റിൽ പ്രതിഷേധം തുടരുമെന്ന് പ്രതിപക്ഷം. സഭ നാളെയും പ്രക്ഷുബ്ധമാകും. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതിന് പുതിയ ഉപാധികൾ വെച്ച് ഇറാൻ. അമേരിക്ക നാവിക ഉപരോധം അവസാനിപ്പിക്കണമെന്നും നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യം. വാണിജ്യ കപ്പലുകളെ ആക്രമിക്കില്ലെന്ന് ഇറാൻ ഉറപ്പു നൽകണമെന്ന് അമേരിക്ക. ഇറാൻ ഭരണകൂടത്തിൽ ഭിന്നതയെന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ്. ആഭ്യന്തരമന്ത്രിയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ അർജുൻ ആയങ്കി കണ്ണൂരിൽ അറസ്റ്റിൽ. പോലീസ് ഓടിച്ചിട്ട് പിടികൂടിയത് അഭിഭാഷകയെ കാണാനെത്തിയപ്പോഴാണ്. ഫ്ളാറ്റിൽ എത്തിച്ച ഓട്ടോ ഡ്രൈവറുടെ സംശയം, മൊഴി, അതാണ് അർജുനെ കുടുക്കിയത്. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുകയാണ്. ജോസഫ്, 2-3 ദിവസങ്ങളായി പോലീസിനെ വട്ടം കറക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ കഴിഞ്ഞ ദിവസം അർജുൻ ആയങ്കിക്കായി പത്തനംതിട്ടയിൽ തിരച്ചിൽ നടത്തുമ്പോഴാണ് ഇങ്ങിവിടെ കണ്ണൂരിൽ നിന്ന് അറസ്റ്റിലായി അല്ലെങ്കിൽ പിടികൂടി എന്ന വാർത്തകൾ പുറത്തു വരുന്നത്. തികച്ചും നാടകീയമായി തന്നെയായിരുന്നു നീക്കങ്ങളെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വപ്ന സൂചിപ്പിച്ചതുപോലെ തന്നെ ക്രിമിനൽ കേസ് പ്രതിയായിട്ടുള്ള അർജുൻ ആയങ്കിയെ ഇന്ന് 2:30 കൂടിയാണ് പോലീസ് വളഞ്ഞിട്ട് പിടികൂടിയത്. ഈ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അഭിഭാഷകരുടെ വീട് വളഞ്ഞ് പോലീസ് പിടികൂടുകയായിരുന്നു. എന്തായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇയാൾ കണ്ണൂരിലുണ്ട് എന്ന് പോലീസ് ഉറപ്പിച്ചിരുന്നു. ഇതിനുശേഷമാണ് ഇത്തരത്തിൽ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഓട്ടോ ഡ്രൈവറുടെ ഉൾപ്പെടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ പരിശോധന കർശനമാക്കിയതും ഇയാളെ 2:30 കൂടി ഇത്തരത്തിൽ ഈ ഫ്ളാറ്റിൽ നിന്ന് പിടികൂടുകയും ചെയ്തു. എന്തായാലും സൂചിപ്പിച്ചതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയെയും അതുപോലെ തന്നെ ഭരണ സംവിധാനങ്ങളെയും വെല്ലുവിളിക്കുകയും സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുകയും ചെയ്തതിനെതിരെയാണ് ഇയാൾക്കെതിരെ നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഊന്നുങ്കൽ CAA ഭീഷണിപ്പെടുത്തിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും ഇദ്ദേഹത്തിനെതിരെ കേസുണ്ട്. നിലവിൽ കണ്ണൂർ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്
നൽകിയിരിക്കുന്ന പരാതിയിലാണ് ഇപ്പോൾ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അല്പസമയത്തിനുള്ളിൽ തന്നെ മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഈ എറണാകുളത്ത് നിന്ന് വരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് അർജുൻ ആന്റിയെ കൈമാറും എന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് മെഡിക്കൽ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ പിടിയിലാകുന്ന ഘട്ടത്തിലും പരിഹാസങ്ങളും ആക്ഷേപങ്ങളും അദ്ദേഹം കുറച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ജോസഫ്, അത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സിസ്റ്റത്തിനെതിരെയും സംവിധാനങ്ങൾക്കെതിരെ, ആഭ്യന്തരമന്ത്രിക്കെതിരെ, പോലീസിനെതിരെ ഒക്കെ വലിയ രീതിയിൽ ആ ശരീരഭാഷയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അർജുൻ ആയങ്കിയുടെ വലിയ രീതിയിലുള്ള പരിഹാസം തന്നെയാണ് അദ്ദേഹം നടത്തുന്നത്. പക്ഷേ ഈ സൂചിപ്പിച്ച പോലെ ഇത്രയും 3 ദിവസമായിട്ടും എവിടെയാണ് കൃത്യമായി ഒന്ന് സ്പോട്ട് ചെയ്യാൻ ഒരുപക്ഷെ പോലീസിന് സാധിച്ചില്ല എന്നത് ഒരു കുറവ് തന്നെയാണ്. അത് പറയാതിരിക്കാൻ സാധിക്കുകയില്ല. അതിനർത്ഥം കൃത്യമായി അർജുൻ ആയങ്കിയെ സംരക്ഷിക്കുന്ന ഇടങ്ങൾ, കേന്ദ്രങ്ങൾ, ആളുകൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. സ്വപ്ന സൂചിപ്പിച്ചതുപോലെ തന്നെ ആരൊക്കെയാണ് ഈ അർജുൻ ആന്റിക്ക് കവചമൊരുക്കിയത് എന്നുള്ള കാര്യത്തിൽ പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. കാറ് നൽകിയവർ, ഒളിത്താവളങ്ങൾ ഒരുക്കിയവർ, നിയമസഹായം ചെയ്തവർ, അതുപോലെ തന്നെ സാമ്പത്തിക സഹായം ചെയ്തവർ എന്നിവരെ മുഴുവൻ പോലീസ് കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം CPM നേതാക്കൾ ഉൾപ്പെടെ അർജുൻ ആന്റിയെ തള്ളിപ്പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഒടുവിൽ ഗതികെട്ട് പോലീസിന്റെ മുമ്പിൽ പിടികൊടുക്കേണ്ടി വന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമെന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇതിന്റെ മുന്നോടിയായി 22 സുഹൃത്തുക്കളെ പോലീസ് കരുതൽ തടങ്കിൽ വെക്കുകയും ഇവരെ വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തതിൽ നിന്നാണ് അർജുൻ ഇത്തരത്തിൽ കണ്ണൂര് വിട്ട് പോയിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന ദിവസങ്ങളിൽ തളിപ്പറമ്പുള്ള ഒരു ബാറിലായിരുന്നു ഒളിസങ്കേതമായി കണ്ടെത്തിയിരുന്നത്. ഇവിടെ ഉൾപ്പെടെ ഇന്ന് പോലീസ് വിശദമായ പരിശോധന നടത്തും. മാത്രവുമല്ല, ഒരു കൂസലുമില്ലാതെ, മാസ്ക് പോലും ധരിക്കാതെ വളരെ നിസ്സാരനായിട്ടാണ് ഇയാൾ ഇവിടെ ഈ നഗരത്തിൽ ഉൾപ്പെടെ കടന്നു പോയിട്ടുള്ളത്, ഓട്ടോയിൽ ഉൾപ്പെടെ സഞ്ചരിച്ചിട്ടുള്ളതെന്നും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ആശ്ചര്യകരമാണ്. അതായത് പോലീസ് എല്ലായിടത്തും വല വിരിക്കുമ്പോൾ പോലും നെഞ്ചും വിരിച്ച് നടക്കാൻ എങ്ങനെയാണ് അർജുൻ ആന്റിക്ക് കഴിഞ്ഞതെന്നുള്ള വലിയ ചോദ്യമാണ് ഈ ഘട്ടത്തിലും പുറത്ത് വരുന്നത്. ഇതിനു വേണ്ടി ബാഹ്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം പോലീസിന്റെ ഉള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് രഹസ്യങ്ങൾ ഉൾപ്പെടെ ചോർന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം വിശദമായി ഇപ്പോൾ പോലീസ് പരിശോധിക്കുകയാണ്. എന്തായാലും തീർച്ചയായും അത് തന്നെയാണ് ജോസഫ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃത്യമായി പോലീസിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലീസിൽ നിന്ന് ലീക്കായി കൃത്യമായി അർജുൻ ആയങ്കിക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയേണ്ടതുണ്ട്. ഒപ്പം പാർട്ടി കൈവിട്ടുവെങ്കിലും ഈ പറഞ്ഞതുപോലെ പാർട്ടി അണികളും അല്ലെങ്കിൽ ഗുണ്ട അണികളുമൊന്നും ആയങ്കിയെ അത്ര വേഗം കൈവിട്ടിട്ടില്ല. അതുതന്നെയാണ് ഇത്രയും സുരക്ഷിതമായി വളരെ കെയർലെസ്സായി അങ്ങോളം ഇങ്ങോളം നടന്ന് ഈ സംവിധാനങ്ങളൊക്കെ ഈ ഡിജിറ്റൽ മാധ്യമങ്ങളുടെ ഡിജിറ്റൽ വേദികളിലൂടെയൊക്കെ ഇത്തരത്തിൽ ആക്ഷേപിക്കാനൊക്കെയുള്ള ഒരു ധൈര്യമടക്കം അർജുൻ ആയങ്കിക്ക് നൽകുന്നത്. എന്തായാലും അർജുൻ ആയങ്കി വലയിലായിരിക്കുന്നു. മറ്റു വാർത്തകൾ കൂടി നോക്കാം. FCRA ഭേദഗതി ബില്ലിന്മേൽ പാർലമെന്റിൽ ബുധനാഴ്ച ചർച്ച നടക്കും. ചർച്ചകൾക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയും. അതേസമയം CJP സമരത്തിലെ പോലീസ് നടപടിയിൽ അമിത്ഷാ മറുപടി പറയും വരെ പാർലമെന്റിൽ പ്രതിഷേധം തുടരുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. നാളെ വീണ്ടും ചേരുന്ന സമ്മേളനം പ്രക്ഷുബ്ധമാകും. ജാർഖണ്ഡിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ ആരംഭിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭം 15 ദിവസം പിന്നിടുകയാണ്. റാഞ്ചിയിലെ ജയ്പാൽ സിംഗ് മുണ്ട സ്റ്റേഡിയത്തിൽ നിരാഹാര സമരം നടത്തുന്ന വിദ്യാർത്ഥി നേതാവ് ദേവേന്ദ്രനാഥ് മഹ്തോയുടെ ആരോഗ്യനില മോശമായതായി ഡോക്ടർമാർ റിപ്പോർട്ട് ചെയ്തു. GPSC സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷ റദ്ദാക്കുക, പരീക്ഷാ ക്രമക്കേടുകളിൽ സ്വതന്ത്രമായ അന്വേഷണം നടത്തുക, പരീക്ഷാ നടത്തിപ്പിൽ സമഗ്ര പരിഷ്കരണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥി പ്രക്ഷോഭം. സർക്കാർ വിദ്യാർത്ഥി സംഘടനകളുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടിരുന്നു. കൊച്ചി ഇന്ത്യൻ ബാങ്കിലെ കോടികളുടെ തട്ടിപ്പിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടേക്കും. ബാങ്കിന്റെ ഡയറക്ട് സെല്ലിംഗ് ഏജന്റ് കമ്പനി തട്ടിയത് 29 കോടി രൂപയാണ്. റിയാദ് ഇന്ത്യൻ കോൺസുലേറ്റിലെയും മസ്കറ്റ് എംബസിയുടെയും വ്യാജ അറ്റസ്റ്റ് രേഖ ഉണ്ടാക്കിയാണ് തട്ടിപ്പ് നടത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട 27 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. കിരൺ ചേരുകയാണ് വിവരങ്ങളുമായി. കിരൺ, വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒരു തട്ടിപ്പ്, 27 പേർ അറസ്റ്റിലായിരിക്കുന്നു. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാനുള്ള നീക്കമാണല്ലോ. സ്വപ്ന, ഈ ഇന്ത്യൻ ബാങ്കിന്റെ ഡയറക്ട് സെല്ലിംഗ് ഏജൻസി വഴി നടത്തിയിട്ടുള്ള തട്ടിപ്പിന്റെ വിവരങ്ങളാണ് ഏതായാലും ഇപ്പോൾ
റോട്ടിലുള്ള ശാഖയിൽ മാത്രമാണ് ഇത്രയും വലിയൊരു തട്ടിപ്പ് നടന്നിട്ടുള്ളത് എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ ഈ കേസിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഏതായാലും പുറത്തേക്ക് വരുന്നത്. മൈമോ ഫിനാൻസ് എന്ന ഒരു കമ്പനി വഴിയാണ് ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ഇവർ NRI അക്കൗണ്ടുകൾക്ക് വേണ്ടി ഭവന വായ്പ അടക്കമുള്ള വായ്പകൾക്ക് വേണ്ടിയുള്ള അപേക്ഷയുമായി ബന്ധപ്പെട്ടാണ് ഈ തട്ടിപ്പുകൾ നടത്തിയിട്ടുള്ളത്. ഈ തട്ടിപ്പിന് വേണ്ടി നിരവധിയായിട്ടുള്ള വ്യാജരേഖകൾ അടക്കം ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. റിയാദ് ഒപ്പം തന്നെ മസ്കറ്റ് എംബസികളുടെ വ്യാജരേഖകൾ ഉണ്ടാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ഇതിന് ബാങ്കിലെ ഉയർന്ന ഉദ്യോഗസ്ഥരടക്കം ഇതിൽ കൂട്ടുനിന്നിട്ടുണ്ട് എന്നുള്ളൊരു വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ 27 പേർക്കെതിരായിട്ടാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇതിൽ തന്നെ ഭൂരിഭാഗം പേരും ഈ ബാങ്കിലെ ഉന്നത ഉദ്യോഗസ്ഥരാണ് എന്നുള്ളൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ഒരു അന്വേഷണം വലിയ രീതിയിലേക്ക് വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കം നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ക്രൈംബ്രാഞ്ചിന് ഇതിന്റെ അന്വേഷണം നൽകുന്നതിന് വേണ്ടിയുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഉടനെ തന്നെ ഇത് സംബന്ധിച്ചുള്ള തീരുമാനം ഉണ്ടാകും എന്നുള്ളൊരു കാര്യമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇനി ഈ ഇന്ത്യൻ ബാങ്കിന്റെ മറ്റ് ശാഖകളിലും ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം കൂടി ഏതായാലും ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. സ്വപ്ന, വിഷയം അങ്ങനെ തന്നെയാണ്. ഏറ്റവും ഉന്നതമായ രീതിയിലുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ കൃത്യമായ ഇടപെടലിലൂടെ മാത്രം, അതായത് റിയാദ് ഇന്ത്യൻ കോൺസുലേറ്റിൻ്റെയും മസ്കറ്റ് എംബസിയുടെയും ഒക്കെ വ്യാജ അറ്റസ്റ്റ് രേഖ ഉണ്ടാക്കി തട്ടിപ്പ് നടത്തി എന്ന് പറയുമ്പോൾ മുകളിലിരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ കൃത്യമായ ആസൂത്രണത്തോടു കൂടി തന്നെയാണ് ഇത്തരത്തിൽ ഒരു വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടന്നിരിക്കുന്നത്. സമാനമായ സംഭവങ്ങൾ മറ്റ് ബാങ്കുകളിൽ ഉണ്ടായിട്ടുണ്ടോ, ഇന്ത്യൻ ബാങ്കുകളുടെ മറ്റ് ശാഖകൾ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്നു. സ്വാഭാവികമായും ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം തന്നെയാണ് അതിലേക്ക് മുന്നോട്ട് കൊണ്ടുപോവുക. കിരണാണ് വിവരങ്ങൾ നൽകിയത്. ഇനിയും അങ്ങേറ്റം പ്രയാസമുള്ള കാര്യം തന്നെയാണ്. 10 ദിവസമായിരിക്കുന്നു നമ്മുടെ സംസ്ഥാനത്ത് കടലിൽ മീൻപിടുത്തത്തിന് പോയി മടങ്ങിയെത്തിയ മത്സ്യത്തൊഴിലാളികളിൽ, കടലിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികളിൽ 2 പേരെ കാണാനില്ല. വിഴിഞ്ഞത്തും ഈ പറഞ്ഞതുപോലെ മുതലപ്പുഴയിലും അവർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. മാത്രമല്ല കൊല്ലം നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ് കാണാതായ ഗൗതം കൃഷ്ണയ്ക്കായി തിരച്ചിൽ നേവി സ്കൂബ സംഘം അടക്കം എത്തിയിട്ടുണ്ട്. എല്ലായിടത്തും ഇപ്പോൾ ഈ തിരച്ചിൽ നടത്താനുള്ള നീക്കങ്ങളിലേക്ക് നടക്കുകയാണ്. രജിത്ത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. രജിത്ത്, ഇന്നിപ്പോൾ 10ാം ദിവസമാണ്. ഓരോ ദിവസം കഴിയുന്തോറും ഇവരെ കണ്ടെത്താനുള്ള സാധ്യത, അന്വേഷണത്തിൻ്റെ എത്രത്തോളം ഈ പരിധി, കടലിലാണ് ഈ തിരച്ചിൽ നടത്തേണ്ടത്, എങ്ങോട്ടേക്ക് പോയിട്ടുണ്ടാകുമെന്നൊന്നും ഒരു അറിയിപ്പും ഒരു വിവരവും നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്. അത് ഓരോ ദിവസം കഴിയുന്നതോറും അത് കുറച്ചുകൂടി സങ്കീർണമായി മാറുകയാണ് ഈ തിരച്ചിൽ. പ്രത്യേകിച്ച് കാലാവസ്ഥ അടക്കമുള്ള കാര്യങ്ങൾ. കഴിഞ്ഞ ദിവസം തന്നെ സ്കൂബ ടീമൊക്കെ മുതലപ്പുഴയിലെത്താൻ വൈകിയത് വലിയ രീതിയിൽ നാട്ടുകാരുടെ അടക്കം ഒരു പ്രതിഷേധത്തിനും അതൃപ്തിക്കുമൊക്കെ വഴിവെച്ചിരുന്നു. സ്വപ്ന, 3 പേരെയാണ് കഴിഞ്ഞ 10 ദിവസത്തിന് മുമ്പേ കടലിൽ കാണാതാവുന്നത്. ഇവർക്കായുള്ള തെരച്ചിൽ വളരെ വ്യാപകമായി തന്നെ നടക്കുന്നുണ്ട് എങ്കിൽ തന്നെയും കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം ഈ 3 പേരുടെയും കുടുംബാംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാര്യക്ഷമമായ ഒരു പ്രവർത്തനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്ന ആക്ഷേപമാണ് അവർ മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ അവർ ശക്തമായ പ്രതിഷേധം പല സ്ഥലങ്ങളിലായി തീർക്കുകയും ചെയ്തു. ഗൗതം കൃഷ്ണയ്ക്ക് വേണ്ടി കൊല്ലത്ത് ഗൗതം കൃഷ്ണയുടെ അമ്മ കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം നമ്മുടെ നീണ്ടകരയാണെങ്കിൽ നീണ്ടകരയിലും, ഒപ്പം ഇപ്പോൾ മുതലപ്പുഴയിലാണെങ്കിൽ മുതലപ്പുഴയിലും ശക്തമായ പ്രതിഷേധം കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഷിജിൻ്റെ ഭാര്യ സ്റ്റിജി നടത്തി. ഒപ്പം തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി ഏറെ വൈകിയും വിഴിഞ്ഞത്തും പ്രതിഷേധം ശക്തമായി തന്നെ നടന്നു. CPMൻ്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം നടന്നത്. അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നതിനിടയിലും പരിശോധനകൾ കർശനമായി തന്നെ നടക്കുന്നുണ്ട് എന്നാണ് ഈ സർക്കാർ നേതൃത്വം, അല്ലെ സർക്കാരിൻ്റെ റവന്യൂ വകുപ്പിൻ്റെയും ഉദ്യോഗസ്ഥർ കൃത്യമായി തന്നെ പറയുന്നത്. ഫിഷറീസ് വകുപ്പിൻ്റെയും കോസ്റ്റൽ ഗാർഡിൻ്റെയും അതുപോലെ തന്നെ നേവിയുടെയും സ്കൂബ സംഘത്തിൻ്റെയും നേതൃത്വത്തിലാണ് ഈ 3 സ്ഥലങ്ങളിലും, നീണ്ടകരയിലും അതുപോലെ തന്നെ മുതലപ്പുഴയിലും ഒപ്പം തന്നെയാണ് ഈ വിഴിഞ്ഞത്തും ഈ പരിശോധനകൾ നടക്കുന്നത്. എന്നാൽ കടലിലെ ഒഴുക്കും അതുപോലെ തന്നെ വലിയ തിരമാലകളും ഒക്കെ ഇതിന് ഏറെ തടസ്സം ഉണ്ടാകുന്നുണ്ട് എന്നാണ് ഈ തെരച്ചിൽ നടത്തുന്ന സംഘം തന്നെ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന തിരച്ചിൽ ഇന്നും തുടരും എന്നവർ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ഈ 10ാമത്തെ ദിവസമാണ് ഇന്ന് തിരച്ചിൽ തുടരുന്നത്. അത് എത്രത്തോളം സാധ്യമാണ് എന്ന കാര്യം കൂടി അവർ ഇക്കാര്യത്തിൽ സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ തന്നെയും കുടുംബാംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തി പരിചയസമ്പന്നരായ മത്സ്യത്തൊഴിലാളികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കടലിനുള്ളിലേക്കുള്ള പരിശോധനകൾ
പരിശോധനകൾ ഇവർ നടത്തുന്നത്. അത്തരത്തിലുള്ള പരിശോധനകൾ തുടരുന്നതിനിടയിലും ഇവരെ കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എന്തുതന്നെ ആയാലും കണ്ടെത്താൻ കഴിയും എന്ന വിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോഴും പരിശോധനകൾ തുടരുന്നത്. സർക്കാർ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് നേരത്തെ നമുക്കറിയാം മന്ത്രി CP ജോൺ അടക്കം കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്തെത്തി, നേരത്തെ മുതലപ്പുഴയിലെത്തി സ്റ്റിജിയുമായി ചർച്ചകൾ നടത്തി അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യാമെന്ന വാഗ്ദാനമൊക്കെ നൽകുകയും ചെയ്തു. അന്നേരം സ്റ്റിജി വ്യക്തമാക്കിയത് തങ്ങൾക്ക് വാഗ്ദാനങ്ങളല്ല, തങ്ങൾക്ക് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ കാണാതായിട്ടുള്ള ആളുകളെ തിരികെ എത്തിക്കാനുള്ള നടപടി, അല്ലെങ്കിൽ അവരെ കണ്ടെത്താനുള്ള നടപടിയാണ് ഉണ്ടാകേണ്ടതെന്ന് ശക്തമായി തന്നെ അവർ വാദിക്കുകയും ചെയ്തു. അങ്ങനെയാണ് പരിശോധനകൾ മുതലപ്പുഴയിൽ വളരെ ശക്തമായി തന്നെ വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ സ്കൂബ സംഘം ഉൾപ്പെടെ എത്താൻ വൈകിയെങ്കിലും സ്കൂബ സംഘത്തിന്റെ നേതൃത്വത്തിൽ വൈകുന്നേരം വരെ പരിശോധന നടത്തി. തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുമ്പോഴുള്ള ആ വേദന അത് പറഞ്ഞറിയിക്കുന്നതിനപ്പുറമാണ്. പക്ഷേ ഒരു നിശ്ചിത പ്രദേശത്ത് അല്ലെങ്കിൽ നിശ്ചിത സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ഏരിയയിലല്ല ഈ തിരച്ചിലെല്ലാം നടത്തുന്നത്. കടലിലാണ്. 10 ദിവസമായിരിക്കുന്നു. എന്താണ്, എങ്ങനെയാണ്, എവിടെയാണ്, ഏത് മേഖലയിൽ തിരച്ചിൽ നടത്തണമെന്ന് പോലും ഒരുപക്ഷെ മനസ്സിലാക്കാൻ കഴിയാത്ത പ്രതികൂല സാഹചര്യമാണ്. എങ്കിലും പ്രിയപ്പെട്ടവരെ അവർ കണ്ടെത്താനുള്ള അവസാന നിമിഷം വരെയും നമ്മൾ ആ പ്രതീക്ഷ കൈവിടുന്നില്ല. ഇന്നിപ്പോൾ 10ാം ദിവസവും തുടരുകയാണ്. അതേസമയം ഈ ഒരു സംഭവവികാസങ്ങളെയെല്ലാം രാഷ്ട്രീയ പശ്ചാത്തലത്തിലേക്ക് നീക്കാനുള്ള രാഷ്ട്രീയ കക്ഷികളുടെ നീക്കം, സർക്കാർ സംവിധാനങ്ങളുടെ പോരായ്മ എന്നതടക്കം പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തിരച്ചിലെല്ലാം നടത്തേണ്ടത് കടലിലാണ്. വളരെ കാലാവസ്ഥ മോശമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ്. വടക്കൻ കേരളത്തിൽ കനത്ത മഴ തുടരുമെന്ന് തന്നെ ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പുണ്ട്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റു ജില്ലകളിലും ഇടത്തരം മഴ ലഭിക്കും. കടലിൽ മോശം കാലാവസ്ഥ തുടരുന്നതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് കർശന ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യതയുള്ളതിനാൽ കേരള തീരത്ത് മത്സ്യബന്ധനത്തിനായി കടലിൽ പോകരുതെന്നാണ് നിർദ്ദേശം. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ബംഗാൾ ഉൾക്കടലിൽ വടക്കൻ ഒഡീഷയ്ക്ക് മുകളിൽ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നതാണ് മഴ ശക്തമാകാനുള്ള കാരണം. ജലനിരപ്പിൽ നേരിയ കുറവുണ്ടായെങ്കിലും കുട്ടനാട്ടിലെ വെള്ളപ്പൊക്ക ഭീതി ഒഴിഞ്ഞിട്ടില്ല. വിവിധ പ്രദേശങ്ങളിൽ ജലനിരപ്പ് നേരിയ തോതിൽ താഴ്ന്നുവെങ്കിലും ഇപ്പോഴും പൂർണ്ണമായും വെള്ളമിറങ്ങാത്ത സാഹചര്യമാണ്. കൂടുതൽ പാടശേഖരങ്ങളിൽ മട വീണത് രണ്ടാം കൃഷിയിറക്കിയ കർഷക കുടുംബങ്ങളെ കടുത്ത ദുരിതത്തിലാക്കി. അപ്പർ കുട്ടനാട് മേഖലയിൽ ആശ്വാസത്തിന്റെ തിരിതെളിഞ്ഞുവെങ്കിലും കുട്ടനാട്ടിൽ ആശങ്കകൾ അവസാനിക്കുന്നില്ല. ജലനിരപ്പിൽ കുറവുണ്ടെങ്കിലും വെള്ളം പൂർണ്ണമായും ഇറങ്ങാത്തതാണ് ജനങ്ങളെ ദുരിതത്തിലാക്കിയിരിക്കുന്നത്. പ്രധാന പാതയായ AC റോഡിലടക്കം പലയിടത്തും വെള്ളക്കെട്ട് രൂക്ഷമായത് യാത്രാ ദുരിതവും വർദ്ധിപ്പിച്ചു. AC റോഡിൽ കൂടുതൽ ഭാഗങ്ങളിൽ വെള്ളം കയറിയത് വാഹനയാത്രികരെ വല്ലാതെ വലച്ചെങ്കിലും KSRTC സർവീസുകൾ മുടങ്ങാതെ തുടരുന്നത് ജനങ്ങൾക്ക് ആശ്വാസമായിട്ടുണ്ട്. പള്ളിക്കൂട്ടുമ ഒന്നാങ്കര ഭാഗത്തും മങ്കൊമ്പ് ജംഗ്ഷനിലും നസ്രത്ത് മേൽപ്പാലത്തിന്റെ കിഴക്ക് പടിഞ്ഞാറ് വശങ്ങളിലും കഴിഞ്ഞ ദിവസം വെള്ളം കയറി. സമീപത്തെ പാടശേഖരത്തിൽ മട വീണതാണ് ഒന്നാങ്കര മുതൽ പടിഞ്ഞാറ് ഭാഗത്തേക്ക് വെള്ളം കയറാൻ ഇടയാക്കിയത്. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായ പൂവം, മങ്കൊമ്പ് ബ്ലോക്ക് ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ മാറ്റമില്ലാതെ ദുരിതം തുടരുകയാണ്. AC റോഡിന് സമാന്തരമായി ഒഴുകുന്ന തോട് കര കവിഞ്ഞതാണ് റോഡിൽ വെള്ളം ഉയരാൻ കാരണമായത്. ഇടവിട്ടുള്ള മഴ നേരിയ ആശ്വാസം പകരുന്നുണ്ടെങ്കിലും വെള്ളം പൂർണ്ണമായി ഇറങ്ങിയാൽ മാത്രമേ ജനജീവിതം പൂർവ്വസ്ഥിതിയിലാകൂ. അമൃത ന്യൂസ്, ആലപ്പുഴ. കോട്ടയം ജില്ലയിലേക്ക് എത്തുമ്പോൾ ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ പ്രളയക്കെടുതികൾ തുടരുകയാണ്. വരുമാനം നഷ്ടപ്പെട്ടവരുടെ എണ്ണവും ഇതോടൊപ്പം തന്നെ കൂടുന്ന സാഹചര്യം. പ്രത്യേകിച്ച് ഓണം കൂടിയൊക്കെ അടുക്കുകയാണ്. ലോട്ടറി വിൽപ്പനക്കാരും ഓട്ടോറിക്ഷ തൊഴിലാളികളും ഒക്കെയുണ്ട് ഇക്കൂട്ടത്തിൽ. ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ഓട്ടമില്ല, ലോട്ടറി വാങ്ങാൻ ആളുമില്ല. ഞാനൊരാളെ പണിക്ക് പോകാനുള്ളത്. കഴിഞ്ഞ ശനിയാഴ്ച ഉച്ചയായപ്പോഴത്തേക്ക് നമ്മുടെ പരിപാടി നിർത്തി വീട്ടിൽ വന്നിരിക്കുന്നത്. ഇനി ഒരു ആഴ്ച ഫുൾ പണിക്ക് പോക്ക് നടക്കത്തില്ല. സാമ്പത്തികപരമായിട്ടാണ് ക്യാമ്പുകളിൽ കിടക്കുന്നവർക്ക് അവർക്ക് അതിൻ്റെതായ കാര്യം കിട്ടും. വീട്ടിൽ ഇരിക്കുന്ന പോലെ അതിലും പട്ടിണിയാണ്. ഇത് വരുമാനം നഷ്ടപ്പെട്ട കൂലിപ്പണിക്കാരുടെ അവസ്ഥയാണ്. എന്നാൽ വെള്ളപ്പൊക്കം മൂലം വരുമാനം നഷ്ടപ്പെട്ടവരിൽ സ്വയം തൊഴിലുകാരുമുണ്ട്. അതിൽ ആദ്യ വിഭാഗം ഓട്ടോറിക്ഷക്കാരാണ്. വഴികളെല്ലാം വെള്ളം കയറി മൂടിയതോടെ ഓട്ടോറിക്ഷകൾക്ക് ഓട്ടമില്ലാതായി. നമ്മുടെയൊക്കെ കാര്യങ്ങളെല്ലാം വെള്ളത്തിലായി. മൊത്തത്തിൽ വെള്ളത്തിലാണ്. ഓട്ടം കുറവാണ്, പൊതുവെ കുറവാണ്. ജനങ്ങൾ ടൗണിലോട്ട് വരാത്തതുകൊണ്ട് നമുക്ക് ഓട്ടമില്ല. ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളും വെള്ളത്തിലായതോടെ നിരത്തിൽ കാണുന്നത് അപൂർവം ഓട്ടോറിക്ഷകൾ മാത്രം. പലപ്പോഴും ഒരു ആശുപത്രി ഓട്ടം കിട്ടിയാലായി. ഓടുന്നില്ലായിരുന്നേ, ഞങ്ങളിപ്പോൾ ഒന്ന് ഇറങ്ങി നോക്കിയതാ. വലിയ പാടാ, വലിയ ബുദ്ധിമുട്ടാണ്. വീട്ടിലെ കാര്യങ്ങൾ നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എല്ലാവർക്കും. അപ്പോൾ ഇവരെ ആശുപത്രി കൊണ്ടുപോവുക, അതുകൊണ്ട് ഇറക്കിയതാ. വെള്ളപ്പൊക്കം ഇനിയും തുടർന്നാൽ ഓട്ടമില്ലാതെ കുടുംബം പട്ടിണിയാകുന്നത് മാത്രമല്ല ഓട്ടോറിക്ഷക്കാരുടെ പ്രശ്നം. വാഹനം വാങ്ങാനെടുത്ത ലോണിന്റെ തിരിച്ചടവും പ്രതിസന്ധിയിലാകും. കൂലിപ്പണിക്കാരുടെയും ഓട്ടോറിക്ഷ തൊഴിലാളികളുടെയും ഒക്കെ വരുമാനം നിലച്ചതോടെ ലോട്ടറി വിൽപ്പനക്കാരും പ്രതിസന്ധിയിലായി. ദിവസവും 200-300 ലോട്ടറി വിറ്റിരുന്നവർ
ഇപ്പോൾ വിൽക്കുന്നത് 100-ൽ താഴെ ടിക്കറ്റുകൾ മാത്രം. ടിക്കറ്റ് 100 ടിക്കറ്റ് എടുത്താൽ ഞങ്ങളിപ്പോൾ 60 ടിക്കറ്റൊക്കെ എടുക്കുന്നത്. തട്ടാലങ്ങനെ അധികം ടിക്കറ്റ് കച്ചവടമില്ല. പിന്നെ മഴയും കൂടെ ആയപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വഴി വരെ വെള്ളമായിരുന്നു. കൂലിപ്പണിക്കാരാ നമുക്കൊരു സഹായമുള്ളത്. അവർക്ക് ഈ മഴയും വെള്ളത്തിന് അവർ പണിക്ക് പോകാൻ പറ്റുമോ? പിന്നെ എങ്ങനെ ടിക്കറ്റ് തീരും? പിന്നെ ഇതും കൊണ്ടൊക്കെയാണ് കഴിയുന്നത്. എന്നാൽ എനിക്ക് സുഖമില്ലാത്തതാണ്, എന്നെ വണ്ടി ഇടിച്ച് എനിക്ക് കാല് സുഖമില്ലാത്തതാണ്. അത് കാരണം പിന്നെ ഇതും കൊണ്ട് അന്നൊന്ന് മരുന്നെല്ലാം മേടിക്കാമല്ലോ എന്ന് ഓർത്ത് വന്നിരിക്കുന്ന തണുപ്പൊക്കെ ആയിട്ടും. ഇപ്പോൾ മഴ തുടങ്ങിയ ശേഷം ഇപ്പോൾ കൂടുതലൊന്നും ടിക്കറ്റ് ചിലവൊന്നുമില്ല. ചിലവെന്ന് പറഞ്ഞാൽ കൂടുതൽ എല്ലാ സ്ഥലത്തും വെള്ളപ്പൊക്കമല്ലേ. ഇപ്പോൾ പണിയുമില്ല, കച്ചവടവുമില്ല. നേരത്തെ ഞാനും എൻ്റെ മകനും കൂടി ഒരു 300-400 ടിക്കറ്റ് അങ്ങോട്ട് വിൽക്കുന്നതാണ്. ഇപ്പം പോയിട്ട് 60 തന്നെ എടുക്കുന്നുള്ളൂ. ഈ 60ൻ്റെ അകത്ത് 400 രൂപയേ ഉള്ളൂ. വെള്ളം കയറിയ വീടുകൾക്കും കടകൾക്കും സഹായം നൽകുന്നതുകൊണ്ടോ പ്രളയബാധിതരെ ക്യാമ്പുകളിലേക്ക് മാറ്റിയതുകൊണ്ടോ ദുരിതാശ്വാസമാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ജീവിതത്തിൻ്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുന്നവർക്ക് പ്രത്യേക സഹായം സർക്കാർ നൽകേണ്ടതുണ്ട്. അമൃത ന്യൂസ്, കോട്ടയം. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലാകെ, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള മഴയും പ്രളയവും ഒക്കെയാണ്. ഡൽഹിയിൽ കഴിഞ്ഞ 4 ദിവസമായി കനത്ത മഴ തുടരുന്നു. വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തെക്കുകിഴക്കൻ ഡൽഹിയിലെ മദൻപൂർ ഖദറിൽ ഓടയിൽ വീണ യുവാവിനെ കാണുന്നതായിട്ടുണ്ട്. ദിയോളിഗാവ് മേഖലയിൽ മഴയിൽ മതിൽ തകർന്നു വീണ നിരവധി വാഹനങ്ങൾ നശിച്ചിട്ടുണ്ട്. ഗുരുഗ്രാമിൽ റോഡ് വെള്ളത്തിനടിയിലായതോടെ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. അടുത്ത 24 മണിക്കൂർ ഇടവിട്ട് മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പുണ്ട്. ഉത്തർപ്രദേശ്, ഹരിയാന, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിലും മഴ തുടരുന്നു. ഉയർന്ന മേഖലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അസമിൽ പ്രളയക്കെടുതിയിൽ മരണം 100ആയി. സംസ്ഥാനത്തെ 13 ജില്ലകൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ്. ശിവസാഗർ, ഗോലാഘട്ട്, നാഗോൺ, ഹോജായ്, സോണിത്പൂർ, ധെമാജി, ദാരംഗ്, ബിശ്വനാഥ്, ലഖിംപൂർ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ പ്രളയം ബാധിച്ചിട്ടുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ വീടുകൾ കയറിയുള്ള പരിശോധന സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. ഗൗതം കൃഷ്ണയ്ക്കായുള്ള തിരച്ചിൽ. കൊല്ലം നീണ്ടകരയിൽ മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് കാണാതായ ഗൗതം കൃഷ്ണയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിലിന് ഇപ്പോൾ നേവിയും രംഗത്തെത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്നത്. മാത്രമല്ല, ഇന്ത്യൻ നേവിയുടെ പ്രത്യേക ഹെലികോപ്റ്റർ ഇന്ന് കടലിൽ തിരച്ചിൽ നടത്തും. തിരച്ചിൽ ഊർജിതമാക്കാൻ നേവിയുടെ സ്കൂബ സംഘവും എത്തുന്നുണ്ട്. നേവി സംഘത്തിനായുള്ള പ്രത്യേക ഹെലിപ്പാഡ് നിർമ്മാണം കൊല്ലം അമൃത വിശ്വവിദ്യാപീഠം ക്യാമ്പസിൽ പുരോഗമിക്കുകയാണ്. ഇവരുമായി കൊല്ലത്തും സുധീഷ് ചേരുകയാണ്. സുധീഷ്, അമൃത വിശ്വവിദ്യാപീഠം ക്യാമ്പസിൽ ഈ പറഞ്ഞതുപോലെ നേവിയുടെ ഒരു ഇടപെടൽ കൂടി ഗൗതം കൃഷ്ണയ്ക്കായുള്ള തിരച്ചിൽ വരുന്നതോടുകൂടി നടക്കുകയാണ്. നേവിക്കായി അതിന് അവരുടെ ചോപ്പറൊക്കെ ലാൻഡ് ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ ക്യാമ്പസിൽ നടത്തുന്നു. മാത്രമല്ല, ഇതിപ്പോൾ 10ാം ദിവസമാണ്. ഇന്നിപ്പോൾ ഈ ഒരു തിരച്ചിലെ ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ്? കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള അതൃപ്തിയടക്കം ഈ സ്കൂബ ടീം എത്തിയതിൽ വൈകിയതിലുൾപ്പെടെ ഈ ഗൗതം കൃഷ്ണയുടെ ബന്ധുക്കളുടെ അടുത്തു നിന്നും ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഒരു വിവരങ്ങൾ. നാവികസേനയും കോസ്റ്റ് ഗാർഡും സംയുക്ത തെരച്ചിൽ തുടങ്ങുന്നതിനാണ് ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് തെരച്ചിൽ ഊർജിതമല്ല, തെരച്ചിലുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലൊക്കെ തന്നെ പ്രതിഷേധം ബന്ധുക്കളും ഒപ്പം തന്നെ ഗൗതം കൃഷ്ണയുടെ അമ്മയും ഒക്കെ അറിയിക്കുകയുണ്ടായി. ഈ ഒരു കാര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ നാവികസേനയുടെ പ്രത്യേക ഹെലികോപ്റ്ററും ഒപ്പം തന്നെ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരും സ്കൂബ ടീമും ഉൾപ്പെടെയുള്ള സംഘം ഇതിനായുള്ള തെരച്ചിൽ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ഈ നാവികസേനയുടെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്നതിനുള്ള പ്രത്യേക ഹെലിപാഡ് നിർമ്മാണമാണ് കൊല്ലം അമൃത വിശ്വവിദ്യാപീഠം ക്യാമ്പസിൽ പൂർത്തിയായി വരുന്നത്. ഈ ഹെലിപാഡ് നിർമ്മിച്ച് ഇവിടെ ഹെലികോപ്റ്റർ ഇറങ്ങിയതിനു ശേഷം ഇടയ്ക്ക് ഈ ഹെലികോപ്റ്റർ പറക്കുന്നതിന് ആവശ്യമായ ഇന്ധനങ്ങളും മറ്റുമൊക്കെ നിറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സൗകര്യം കൂടിയായിരിക്കും ഈ പ്രത്യേക ഹെലിപാഡ് നിർമ്മാണത്തിലൂടെ അല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്ത് കേന്ദ്രീകരിക്കുക. തുടർന്ന് ഇവിടെ ഇന്നും ഹെലികോപ്റ്റർ ഈ നീണ്ടകര മുതലുള്ള അഴീക്കൽ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക നിരീക്ഷണ പറക്കൽ നടക്കും. ഒപ്പം തന്നെ ഇതിനോടനുബന്ധിച്ച് കോസ്റ്റ് ഗാർഡിന്റെ മുങ്ങൽ വിദഗ്ധരും ഒക്കെ ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തെരച്ചിലിന് മുന്നിട്ടിറങ്ങാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക ഒരു ആവശ്യപ്രകാരം അമൃത വിശ്വവിദ്യാപീഠം ഇതിനായുള്ള ഒരു തയ്യാറെടുപ്പുകൾ ഇപ്പോൾ അമൃത വിശ്വവിദ്യാപീഠം ക്യാമ്പസ് ഗ്രൗണ്ടിൽ പൂർത്തിയാക്കി വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. ഈ അമ്മയുടെയും ഒപ്പം തന്നെ ബന്ധുക്കളുടെ ഒക്കെ തന്നെ പ്രതിഷേധം വളരെ ശക്തമായിരുന്നു. ഈ ഒരു ശക്തമായ പ്രതിഷേധത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നടത്തിയ തിരച്ചിൽ ഊർജിതമല്ല, തിരച്ചിൽ ശക്തമല്ല എന്ന ആവശ്യം കൂടി മുൻനിർത്തിക്കൊണ്ടാണ് പ്രിയപ്പെട്ടവരൊക്കെ നഷ്ടപ്പെട്ട അമ്മയുടെ ആ വിലാപം നമ്മൾ കണ്ടതാണ്. ഈ പറഞ്ഞതുപോലെ സർക്കാർ സംവിധാനങ്ങൾ വേണ്ട രീതിയിൽ തിരച്ചിൽ നടത്തുന്നില്ല എന്ന് തന്നെയാണ് ഏറ്റവും വലിയ രീതിയിൽ പരാതി വരുന്നത്. നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഒക്കെ പരാതി വരുന്നത്. എന്തായാലും ഇപ്പോൾ നേവിയും കൂടി, സ്കൂബയ്ക്കൊപ്പം നേവിയും കൂടി ഹെലികോപ്റ്ററിൽ നേവിയുടെ സ്കൂബ സംഘവും ഈ തിരച്ചിലിന്റെ ഭാഗമായാണ് എത്തുന്നുണ്ട്. പ്രത്യേക ഹെലിപ്പാഡ് കൊല്ലം അമൃത വിശ്വവിദ്യാപീഠം ക്യാമ്പസ് ഗ്രൗണ്ടിൽ പുരോഗമിക്കുന്നു. സുധീഷ്
രതീഷാണ് വിവരങ്ങൾ നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി US വൈസ് പ്രസിഡന്റ് JD വാൻസുമായി ടെലിഫോണിൽ സംസാരിച്ചു. തന്ത്രപ്രധാന മേഖലകളിൽ ഇന്ത്യ-US സഹകരണം കൂടുതൽ ആഴത്തിലാക്കാനുള്ള ചർച്ച നടന്നതായും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുമെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമങ്ങളിലൂടെ അറിയിച്ചു. മകൻ ജനിച്ചതിൽ JD വാൻസിനും കുടുംബത്തിനും ആശംസ അറിയിച്ചതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി തുറക്കുന്നതിന് അമേരിക്കയ്ക്ക് മുന്നിൽ കടുത്ത നിബന്ധനകളും പുതിയ ഉപാധികളും മുന്നിൽ വെച്ച് ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേലുള്ള US നാവിക ഉപരോധം അവസാനിപ്പിക്കുക, ഇറാന് മേലുള്ള മുഴുവൻ സാമ്പത്തിക ഉപരോധവും പിൻവലിക്കുക, യുദ്ധം മൂലം ഉണ്ടായ നഷ്ടത്തിന് അമേരിക്ക നഷ്ടപരിഹാരം നൽകുക, മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന US സൈന്യത്തെ പൂർണ്ണമായി പിൻവലിക്കുക തുടങ്ങിയവയാണ് ഇറാൻ മുന്നോട്ട് വെച്ച പ്രധാന ഉപാധികൾ. ഹിസ്ബുള്ള, ഹമാസ്, ഹൂതികൾ തുടങ്ങിയ സഖ്യകക്ഷികൾക്കെതിരായ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാനും ഇറാൻ ആവശ്യപ്പെടുന്നു. ഒമാനുമായി പുതിയ കപ്പൽപാതയെക്കുറിച്ച് ചില പ്രാഥമിക ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ഉപാധികൾ അമേരിക്ക അംഗീകരിക്കാതെ കടലിടുക്ക് പൂർണ്ണമായി തുറന്നു കൊടുക്കില്ല എന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയതോടെ വെളിച്ചെണ്ണ പലഹാരങ്ങളെയും ഈ ഒരു വില വർധനവ് ബാധിക്കുന്നുണ്ട്. ഓണവിപണിയിൽ പ്രധാനിയായ വറുത്തകായയ്ക്കും ഈ ഒരു സമയത്ത് വലിയ രീതിയിലുള്ള വില വർധനവ് തിരിച്ചടി നൽകിയിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ ഓണക്കാലം ആകുമ്പോൾ ഏറ്റവും പ്രധാനമായി സദ്യയുടെ ഒരു പ്രധാന ഐറ്റം തന്നെയാണ് ഈ വറുത്തകായ. കിലോ 500 രൂപ വരെ ഉയരുമെന്ന സൂചനകളാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തുവരുന്നത്. വെളിച്ചെണ്ണയുടെ വിലക്കയറ്റം ഇത്തവണ വറുത്തകായയും ബാധിച്ചിരിക്കുകയാണ്. ഓണസദ്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവമായ ശർക്കരപ്പയും വറുത്തകായയും ഇത് നന്നായി ബാധിക്കും. വെളിച്ചെണ്ണ വില 300-ന് മുകളിലേക്ക് ഉയർന്നതിന് പിന്നാലെ വറുത്തകായയ്ക്കും വില കൂട്ടാതെ നിവൃത്തിയില്ലെന്നാണ് ബേക്കറി ഉടമകൾ പറയുന്നത്. ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തന്നെ വറുത്തകായ ഉണ്ടാക്കിയാലേ രുചിയുണ്ടാകൂ. നിലവിൽ വറുത്തകായയ്ക്ക് കിലോയ്ക്ക് 420 വരെ വിലയുണ്ട്. അപ്പോൾ പിന്നെ ഓണത്തിന് ഉൽപാദനം കൂടുമ്പോൾ വില ഇനിയും കൂടുമെന്ന് ബേക്കറി ഉടമകൾ പറയുന്നു. ഇപ്പോൾ 420 രൂപയാണ്. ഓണം എടുക്കുമ്പോഴത്തേക്ക് ഒരു 480-500 രൂപേൻ്റെ അടുത്ത് വരും പ്രതീക്ഷിക്കാം. ആ വെളിച്ചെണ്ണേൻ്റെ വില ഇപ്പോൾ 250 രൂപയാണ് കറൻ്റ്ലി. ഓണം എടുക്കുമ്പോൾ ഒരു 300 രൂപ 300-ന് മുകളിൽ പോകുമെന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ ഓണാകുമ്പോഴത്തേക്ക് കൂടുതലായി വരികയാണല്ലോ വെളിച്ചെണ്ണയ്ക്ക്. വാഴക്കേക്കും വില കൂടുതലാണ്. അപ്പോൾ എന്താണ് ചെയ്യാന്നുള്ളതാണ് ഇപ്പോൾ നോക്കുന്നത്. ഈ വിലക്ക് പോകണം. ഇപ്പോൾ 400 രൂപ വിൽക്കുന്നത്, ഇപ്പം കൂടുതലായി വരാൻ പോകുന്നു. ഇപ്പം എത്രയിൽ എത്തുന്ന അറിയില്ല ഇങ്ങനെ പോവുകയാണെങ്കിൽ. വിലക്കയറ്റത്തിൽ പച്ചക്കായും ഒട്ടും പിറകിലല്ല. തമിഴ്നാട്ടിൽ നിന്നാണ് നമുക്ക് വേണ്ട എല്ലാ പച്ചക്കായും വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ വില വർദ്ധിക്കുമ്പോൾ ഇവിടെയും അത് പ്രതിഫലിക്കും. തമിഴ്നാട്ടിലെ സത്യമംഗലത്ത് നിന്നാണ് സംസ്ഥാനത്ത് മാർക്കറ്റിലേക്ക് കായ എത്തുന്നത്. കാലാവസ്ഥാ വ്യതിയാനവും മറ്റും മൂലം കൃഷി കുറഞ്ഞതോടെ പച്ചക്കായ വിലയിലും കുതിപ്പാണ്. 60 രൂപയ്ക്ക് മുകളിലേക്കാണ് കായവില. കായ്ക്ക് വിലക്കയറ്റം കൊണ്ടാണ് കൂടിയത്. കൃഷിനാശം ഇതൊക്കെ സംഭവിച്ചാണ് വില കൂടിയത്. അപ്പോൾ ഉൽപ്പാദനം കുറവാണ്. അപ്പോൾ കായ് കുറച്ചേ വരുന്നത്. ഇപ്പോൾ ഓണമായിട്ട് പെട്ടെന്ന് സാധനമില്ല. കൃഷിനാശവും ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എവിടെയും സാധനമില്ല. തമിഴ്നാട്ടിലേ ഉള്ളൂ. അപ്പോൾ ഒരു സ്ഥലത്തുണ്ടാകുമ്പോൾ അവിടേക്ക് മാത്രമായിട്ട് എല്ലാ കച്ചവടക്കാരും പോകുമ്പോൾ വില കയറും. ചുരുക്കത്തിൽ വെളിച്ചെണ്ണ വിലയുടെ പൊള്ളലിൽ ഓണത്തിന് സദ്യവട്ടത്തിൽ വറുത്തകായുടെയും ശർക്കര ഉപ്പേരിയുടെയും തിളക്കം മങ്ങുമെന്ന് ഉറപ്പായിട്ടുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. രാമ രാമ ജയ സീതാരാമ. കണ്ണൂർ മണത്തണ സ്വദേശി C. പത്മനാഭന്റെ 228 രാമായണ ശേഖരങ്ങളുടെ പ്രദർശനം ഇടുക്കി തൊടുപുഴയിൽ നടക്കുന്നു. പത്മനാഭന്റെ ചിന്താഗൃഹത്തിലെ മുറിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വ്യത്യസ്ത ഭാഷകളിലുള്ള രാമായണങ്ങളാണ് പ്രദർശനത്തിന് എത്തിച്ചിരിക്കുന്നത്. 300 വർഷം മുൻപ് രചിക്കപ്പെട്ടതെന്ന് കരുതുന്ന ഓലഗ്രന്ഥ രാമായണവും ഇക്കൂട്ടത്തിലുണ്ട്. രാമായണത്തിലെ കൗതുകങ്ങളിലൂടെയുള്ള യാത്ര തീർത്ഥയാത്രയായി മാറിയതോടെ കണ്ണൂർ മണത്തണയിലെ ചെറിയത്ത് പത്മനാഭന്റെ ചിന്താഗൃഹമെന്ന വീട്ടിലെത്തിയത് പല ഭാഷകളിലുള്ള വ്യത്യസ്തമായ 228 രാമായണങ്ങൾ. ഇതിഹാസ ഗ്രന്ഥമായ രാമായണത്തിന് പല രാജ്യങ്ങളിലും ദേശങ്ങളിലുമായി പലതരം വകഭേദങ്ങളുണ്ടെന്ന അറിവാണ് പത്മനാഭന്റെ രാമായണ യാത്രയ്ക്ക് നിദാനമായത്. മലയാളം, ഹിന്ദി, ഉറുദു, കന്നഡ, തമിഴ്, തെലുങ്കു, ഗുജറാത്തി, ബംഗാളി, ഇംഗ്ലീഷ്, സംസ്കൃതം തുടങ്ങി നിരവധി ഭാഷകളിലുള്ള രാമായണങ്ങളാണ് ഇപ്പോൾ ചിന്താഗൃഹത്തിലുള്ളത്. രാജ്യത്ത് പലയിടങ്ങളിലായി സഞ്ചരിച്ചാണ് ഇത്രയും രാമായണങ്ങൾ അദ്ദേഹം തൻ്റെ വീട്ടിലേക്ക് എത്തിച്ചത്. അടുത്ത വർഷമാകുമ്പോഴേക്കും രാമായണങ്ങളുടെ എണ്ണം 500 ആക്കണമെന്നാണ് എക്സൈസ് വകുപ്പിൽ നിന്ന് പ്രിവെന്റീവ് ഓഫീസറായി വിരമിച്ച പത്മനാഭന്റെ ആഗ്രഹം. 300 വർഷം മുമ്പ് രചിക്കപ്പെട്ടതെന്ന് കരുതുന്ന ഓലഗ്രന്ഥരാമായണം നിധി പോലെയാണ് പത്മനാഭൻ സൂക്ഷിക്കുന്നത്.
രാമായണങ്ങളെ പറ്റി രാമഭക്തരെ മലയാളികളായിട്ടുള്ള മുഴുവൻ ആൾക്കാരെയും അറിയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഞാൻ രാമായണ പരിചയം എന്ന ഒരു പ്രസ്ഥാനമായിട്ട് മുന്നോട്ട് പോകുന്നത്. ലോകത്തിൽ ഇന്ന് രാമായണത്തിന് 3000 വേർഷൻസ് ഉണ്ട് എന്നാണ് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. മലയാളത്തിൽ മാത്രം 84 മുൻപേ 300 വേർഷൻസ് ഉണ്ട് മലയാളത്തിൽ. അതിൽ ഏകദേശം ഒരു 170ഓളം വേർഷൻസ് എൻ്റെ കയ്യിലുണ്ട്. മാപ്പിള രാമായണം, ഇശൽ രാമായണം, 1.5 സെന്റിമീറ്റർ വലിപ്പമുള്ളത്, 1 ഇഞ്ച് വലിപ്പമുള്ളത്, ഒറ്റ ശ്ലോകത്തിലുള്ളത്, അങ്ങനെ രാമായണ ശേഖരത്തിന്റെ വൈവിധ്യമേറുന്നു. വിവിധ വ്യാഖ്യാനങ്ങളും 17-ാം നൂറ്റാണ്ടിലെ രാമായണ ചിത്രീകരണം പുസ്തകമാക്കിയതും ഇതോടൊപ്പമുണ്ട്. അച്ചടി കോപ്പി കിട്ടാനില്ലാത്ത 52 പുസ്തകങ്ങൾ ഇക്കൂട്ടത്തിലുണ്ട്. രാമായണത്തെക്കുറിച്ചുള്ള ലേഖനങ്ങൾ വരുന്ന ആനുകാലികങ്ങൾ ബൈൻഡ് ചെയ്തും അദ്ദേഹം സൂക്ഷിക്കുന്നു. ഇവയും രാമായണ ചിത്രങ്ങളും ചേർത്ത് രാമായണ പരിചയം എന്ന പ്രദർശനവും നടത്താറുണ്ട്. അമൃത ന്യൂസ്, ഇടുക്കി. കേരള പത്രപ്രവർത്തക യൂണിയൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച കേസരി SL ശ്യാം ക്രിക്കറ്റ് ലീഗ് 2026 വിമൻസ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ റണ്ണറപ്പായി അമൃത TV. ഫൈനലിൽ ദേശാഭിമാനിയോടാണ് പരാജയപ്പെട്ടത്. സെമിഫൈനലിൽ 7 വിക്കറ്റിന് ജനയുഗത്തെ തകർത്തായിരുന്നു ഫൈനൽ പ്രവേശനം. സെമിഫൈനലിലെ പ്ലെയർ ഓഫ് ദി മാച്ചായി അമൃത TVയിലെ HR മാനേജർ R രാധിക തിരഞ്ഞെടുക്കപ്പെട്ടു. ഗ്രൂപ്പ് മത്സരങ്ങളിൽ ജയ്ഹിന്ദ് ന്യൂസിനെയും ഏഷ്യാനെറ്റ് ന്യൂസിനെയും അമൃത TV പരാജയപ്പെടുത്തിയിരുന്നു. വിജയികൾക്കുള്ള ട്രോഫി ഇന്ത്യൻ ബോക്സിംഗ് താരം KC ലേഖ സമ്മാനിച്ചു. സെൻട്രൽ മാഗസിൻ്റെ 100ാമത് എപ്പിസോഡാണ് ഇന്നിപ്പോൾ പ്രേക്ഷകർ കാണാൻ പോകുന്നത്. ഇന്ന് ഈ 100ാമത്തെ എപ്പിസോഡിൽ രാസലഹരിയുടെ നീരാളിപ്പിടിയിൽ നിന്ന് കുതറിമാറിയ ചില ജീവിത അനുഭവങ്ങൾ നമുക്ക് കാണാം. നമസ്കാരം. സെൻട്രൽ മാഗസിനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് വളരെ പ്രത്യേകതയുള്ള ഒരു എപ്പിസോഡാണ്. അതായത് ഇത് 100ാമത്തെ എപ്പിസോഡാണ് സെൻട്രൽ മാഗസിൻ്റെ, അതായത് ഒരു നാഴികക്കല്ല്. ഈ എപ്പിസോഡിൽ നമ്മൾ വളരെ അസാധാരണമായൊരു മനുഷ്യൻ്റെ അനുഭവമാണ് കേൾക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് മിസ്റ്റർ എക്സ് എന്ന് വിളിക്കാം. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് രാസലഹരിക്കെതിരെ വലിയൊരു പോരാട്ടത്തിലാണ്. ആ പോരാട്ടത്തോടൊപ്പം സെൻട്രൽ മാഗസിനും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. നമുക്ക് കാണാം ഒരാൾ നടന്നു വന്ന കനൽ വഴികൾ. കാഴ്ചകളും വിശേഷങ്ങളും മാത്രമല്ല സെൻട്രൽ മാഗസിൻ, അത് അനുഭവങ്ങളിലൂടെ ഒരു പരിച്ഛേദമാണ്. ഇന്ന് എൻ്റെ മുമ്പിലിരിക്കുന്ന വ്യക്തിയെ നിങ്ങൾക്ക് പൂർണ്ണമായും കാണാൻ കഴിയില്ല. കാരണം ഭൂതകാലം പൂർണ്ണമായും മാറ്റി വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. ഈ ഒരു കാര്യം ചെയ്യുന്നത് ഇപ്പോൾ ആരെങ്കിലും ഈ ചുഴിയിലുണ്ടെങ്കിൽ അവർക്ക് കയറി വരാനുള്ള ഒരു മാർഗത്തിനായാണ്. ഒപ്പം തന്നെ ആരും ആ ചുഴിയിലേക്ക് ചെന്ന് പെടാതിരിക്കാനും. എക്സ് എന്ന് താങ്കളെ വിളിക്കുകയാണ് ഞാൻ. ഒരു തുടക്കം എല്ലാ കാര്യത്തിനും ഉണ്ടാകും സ്വാഭാവികമായിട്ട്. ചിലപ്പം അറിഞ്ഞായിരിക്കും, അറിയാതെ ആയിരിക്കും, കൗതുകം കൊണ്ടായിരിക്കും. താങ്കളുടെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത്? ഏത് കാലഘട്ടത്തിലായിരുന്നു? ഞാൻ ശരിക്കും ഒരു പ്രീ ഡിഗ്രി പഠിക്കുന്ന ടൈം, അതായത് ഒരു 93-92 കാലഘട്ടങ്ങൾ. ആ സമയത്താണ് ഞാൻ ശരിക്കും എൻ്റെ പുതിയൊരു സുഹൃത്ത് ലോകം ഉണ്ടാവുന്നത്. അതുവരെ എനിക്ക് എൻ്റെ ബാല്യകാല സുഹൃത്തുക്കൾ. പ്രീ ഡിഗ്രിക്ക് ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് പുതിയൊരു ലോകം, അല്ലെങ്കിൽ പുതിയ കുറേ കൂട്ടുകാർ. അവരായിട്ടൊരു 3 കൊല്ലത്തോളം നല്ല ആഘോഷം, എൻ്റർടൈൻമെൻറ്റ്. എനിക്ക് തോന്നുന്നു 2 കൊല്ലത്തെ പ്രീ ഡിഗ്രി ലൈഫിൽ 10 ക്ലാസ്സിൽ മാത്രമേ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കി 0 ഒരു ബാറിലോ അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുക, എല്ലാം കൗതുകമായിരുന്നു. ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോവുക. അവിടെ നിന്ന് പ്രീ ഡിഗ്രി ഈ 3 കൊല്ലം ഞാൻ പറയാൻ കാര്യം, 1 കൊല്ലം ഫെയിൽഡായി. അത് കഴിഞ്ഞ് ഏഷ്യൻ ഡിഗ്രിക്ക് ആയിരുന്നു. വീണ്ടും പുതിയൊരു ലോകം. അവിടെയും ചെല്ലും പുതിയ കുറേ കൂട്ടുകാർ. ആ കൂട്ടുകാരുടെ ഇടയിൽ 1-2 പേര് ചെറിയ രീതിയിൽ കഞ്ചാവ് വലിക്കുക അല്ല ഇഞ്ചക്ഷൻ ഉപയോഗിക്കാനായിട്ടുള്ള സ്റ്റാർട്ടിങ് ലെവലിലൊക്കെ വന്നവരുണ്ടായിരുന്നു. നമ്മളൊരു കൗതുകത്തോടെ കണ്ടു നിന്നു എന്നല്ലാണ്ട് ഇതിൻ്റെ ആഗ്രഹം ഉണ്ടായില്ല. പക്ഷെ നമ്മളെപ്പോഴും ഇവരുടെ കൂടെ തന്നെ ആയതുകൊണ്ട് ഇവരുടെ ചെറിയ മാനറിസവും സ്റ്റൈലൊക്കെ നമുക്കും ഇഷ്ടപ്പെട്ട് വെറുതെ ഒരു തോന്നൽ ഒന്ന് ടേസ്റ്റ് ചെയ്യാന്നുള്ളതല്ല. ആ ഒറ്റ ടേസ്റ്റ് എന്നുള്ളത് നമ്മുടെ ഒരു കാലഘട്ടത്തിൽ തന്നെ കൊന്നു കളഞ്ഞു എന്ന് പറയാം. ശരിക്കും എൻ്റെ ഒരു 6 കൊല്ലം എന്നെ മയക്കുമരുന്ന് പിടികൂടി കളഞ്ഞു. കാരണം ഇനി എന്ത് ചെയ്യണം എന്നുള്ളൊരവസ്ഥയിൽ നമ്മളെ 94 to 2000
അതൊരു വല്ലാത്ത എൻ്റെ നല്ലൊരു സുവർണ കാലഘട്ടങ്ങൾ എൻ്റെ മരിച്ചു കിടക്കുന്ന സമയമായിരുന്നു ശരിക്കും പറഞ്ഞു. അപ്പോൾ ഒരു സുഹൃത്ത് ബന്ധമാണ് എല്ലാ കാലഘട്ടങ്ങളും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഏകദേശം ഒരു 1.5 കൊല്ലമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശരിക്കും ഉപയോഗിക്കുന്നത് ഒരു ടേസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഒരു ഡ്രിങ്ക് ടേസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ സിഗരറ്റിൻ്റെ ഒരു പുക എടുക്കുക, എല്ലാം ലഹരിയാണ്. ഇതെല്ലാം ഞാൻ ഒരിക്കൽ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു. പിന്നീട് മറ്റ് സിഗരറ്റിനും മദ്യത്തിനും വലിയ സൈഡ് എഫക്റ്റ് ആയിട്ട് നമുക്ക് തോന്നിയില്ല കാര്യങ്ങൾ. പക്ഷെ ഇതൊരു 1.5 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയണത് ഞാൻ അഡിക്റ്റായി എന്നുള്ളതല്ലേ. അപ്പോഴേക്കും നമ്മുടെ രൂപവും കോലവും എല്ലാം മാറി. നമ്മുടെ വീട്ടില് പ്രശ്നം അല്ലെങ്കിൽ അപ്പോഴേക്കും ഈ പറയണ 1.5 കൊല്ലം കുഴപ്പമില്ലാണ്ട് പോയി. കാരണം നമ്മൾ ഇതിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ റോട്ടിലൊക്കെ ചെറുതായിട്ട് സംസാരിച്ചു തുടങ്ങി. എൻ്റെ ഫാമിലി ആണെങ്കിലും എൻ്റെ കൂടെ ഉള്ളവരുടെ ഫാമിലി ആണെങ്കിലും ഒരു മിഡിൽ ക്ലാസ്സിലെ റെപ്യൂട്ടഡ് ഫാമിലിയാണ്. അപ്പൊ ഇവരൊന്നും അധികം പുറത്തേക്ക് ഇറങ്ങാത്തവരെ എല്ലാവരും ജോലിക്കാരാണ്, അവരുടെയും അതുപോലെ തന്നെ. അപ്പൊ ഇവരും തമ്മിൽ അധികം കാണലൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബാല്യകാല സുഹൃത്തുക്കളും അല്ല അവര്. ഞാൻ ഡിഗ്രി പ്രീ ഡിഗ്രി ഒക്കെ ചെയ്ത സമയത്തുണ്ടായ പല ഫാമിലിയിൽ നിന്ന് വന്ന പിള്ളേരാണല്ലോ. അപ്പൊ ഇവരൊക്കെ ഒന്നും വലിയ കണക്ഷൻ ഇല്ലാത്ത കാരണം അതെ ആരും ഒട്ടും മോശക്കാരില്ല എന്നുള്ളതല്ലേ. ഇനിയിപ്പോൾ എൻ്റെ സീനിയേഴ്സിനെ എടുത്ത് നോക്കിയാൽ ഞങ്ങൾ അവരുടെ നിന്നാണ് ഇത് കാണുന്നത് ആദ്യം. അല്ലെങ്കിൽ പുറത്തുനിന്ന് വന്ന് ചില ഞാൻ ഇടയ്ക്ക് എപ്പോഴും ആലോചിക്കും, വേനൽക്കിനാവുകൾ എന്ന് പറഞ്ഞൊരു സിനിമ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ പ്രീ ഡിഗ്രി ടൈമിൽ. ആ സിനിമയിലൊരു സിറ്റിയിൽ നിന്നൊരു പയ്യൻ ഗ്രാമത്തിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ 4 പിള്ളേർ, അവസാനം ഒരു പയ്യനെ ആത്മഹത്യ ചെയ്തിരുന്നുണ്ട് എനിക്ക് ആ സിനിമയിൽ. അതേപോലെ ഈ 4 പേരും തകർന്നു പോയ പോലെ തന്നെ ഞങ്ങളൊരു 40 പേരോ 400 പേരോളം ഈ ഒരു ബാച്ചായിരുന്നു. ബോണ്ട് അത് കാരണം പുതിയ സുഹൃത്തുക്കള് അടിക്കണം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ആവശ്യത്തിന് പോക്കറ്റ് മണി ഉണ്ട്. ഞാൻ പറഞ്ഞ ഈ 1.5 കൊല്ലമൊക്കെ എത്തിയപ്പോഴേക്കും വീട്ടിൽ സംശയങ്ങളൊക്കെ വന്നു തുടങ്ങി. അല്ലെങ്കിൽ പുറത്തുനിന്ന് നാട്ടുകാര് അല്ലെങ്കിൽ പോലീസൊക്കെ മഫ്തിയിലൊക്കെ വീട്ടിൽ വരാൻ തുടങ്ങി. അവരൊന്നും നമ്മളോട് പേഴ്സണലായിട്ട് പക്ഷെ അവരുടെ ബോഡിയിൽ അപ്പം തിരിച്ചു കയറുമ്പോൾ ചോദിക്കുമ്പോൾ ഇല്ല അത് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ചേട്ടനായിരുന്നു. അപ്പം മൊത്തത്തിലൊരു പാളിച്ച വന്നു തുടങ്ങിയപ്പോന്ന് പറഞ്ഞാൽ പിന്നെ എന്താ ഇത് അടിച്ചു കഴിഞ്ഞിട്ട് വലിയ ബോധമൊന്നുമില്ല, അലമ്പല്ല അല്ലെ പ്രശ്നം ഉണ്ടാക്കണമെന്നുള്ളൂ. നമ്മുടെ ഫോക്കസ് നഷ്ടപ്പെട്ടു. പഠിക്കണം, നമുക്കൊരു ജീവിത ലക്ഷ്യം വേണമെന്നുള്ള ചിന്തകളൊക്കെ അപ്പൊ ഉണ്ടായിരുന്നു. പഠിക്കാൻ പോയിട്ട് നമ്മൾ ഡൗൺ ആയേക്കുക. ഞാൻ കണ്ടേക്കണ ലൈഫില് ഒരിക്കലും ചെയ്യരുത് എന്ന് നമ്മൾ എവിടെയും തിരിച്ചറിവ് കിട്ടേണ്ട ഒരു സാധനമാണ് ഈ പറഞ്ഞ ഇതിൽ. നമുക്ക് ഫോക്കസ് എന്ന് പറയാനായിട്ട് ഒന്നും ഓർമ്മയില്ല. പിന്നീട് ഇതിനൊക്കെ നല്ല പൈസയില്ല, അതായത് പണം ചിലവുള്ള പരിപാടിയാണല്ലോ പണം കണ്ടെത്തിക്കൊണ്ടിരുന്നത്. അതും അടുത്തൊരു ഇതായിരുന്നു. ആദ്യത്തെ ഈ കാലഘട്ടങ്ങളൊക്കെ സംഭവം നടന്നുപോയി. ഞാൻ പറഞ്ഞു 1.5 കൊല്ലത്തിന്റെ അഡിക്റ്റ് ആയി എന്ന് അറിഞ്ഞപ്പോഴേക്കും നമ്മൾ പേടിക്കാനും തുടങ്ങി. നമുക്ക് സോഴ്സ് കുറഞ്ഞു തുടങ്ങി പൈസയുടെ ഇല്ലേ. അല്ലെങ്കിൽ അന്ന് ഒരു 100 രൂപ കണ്ടേ 100 രൂപയായിരുന്നു ഞാൻ ഉപയോഗിക്കുന്ന സമയത്ത്. പിന്നീട് ഇത് ഡിമാൻഡായി തുടങ്ങി, ആൾക്കാരുടെ എണ്ണം കൂടി, അപ്പോ കിട്ടാണ്ടായി. എന്ത് ചെയ്യും എന്നുള്ളൊരു നമുക്കും പിടുത്തം കിട്ടില്ല. അന്ന് ഇത് ബോംബെയിൽ നിന്ന് വന്നിരുന്നത്, അല്ലെ ഹൈദരാബാദിൽ നിന്ന് അവിടുത്തെ മെഡിക്കൽ ഷോപ്പിൽ വന്നുകൊണ്ടിരുന്ന സാധനം അത്. അപ്പൊ നോക്കി അവിടെ 10 രൂപ അതിൻ്റെ വില, ഇവിടെ അത് 100 രൂപയ്ക്ക് വിൽക്കണേ. അപ്പൊ നോക്കിയപ്പോ തന്നെ പരിപാടി കൊള്ളാം, ഇവിടെ നിന്നിട്ട് നമുക്ക് ഈ പരിപാടി നടക്കണില്ല. നേരെ ബോംബെക്ക് കയറും, അതും കള്ളവണ്ടിയെ കയറണം. ജയന്തിയൊക്കെ അന്ന് ഓടിത്തുടങ്ങണ ആ മറ്റേ ട്രെയിൻ ആയിട്ടില്ല. ആന്ധ്ര വഴി പോയി മറ്റേ കമ്പാർട്ട്മെന്റിൽ കയറി അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി TT വരുമ്പോൾ മാറും, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയേക്കും. കയ്യിലൊരു 10-500 രൂപയൊക്കെ ഉണ്ടാവും. ഇവിടുന്ന് ആരെങ്കിലും ഒക്കെ കളക്ട് ചെയ്യും പൈസ. അപ്പം മൊത്തത്തിൽ ഒരാഴ്ചയും വരുമ്പോന്ന് പറഞ്ഞാൽ ഒരു 100 എണ്ണമൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരും. അതൊരു 50 എണ്ണം നമുക്ക്, ബാക്കി 50 എണ്ണം അവിടെ വിൽക്കും. അപ്പൊ 100 രൂപ വെച്ച് 50 എണ്ണത്തിനായതുകൊണ്ടൊരു 5000 റുപ്പീസ് ആയി. അപ്പൊ പറഞ്ഞാൽ അതിൽ 2500 രൂപ ഏകദേശം ചെലവ് കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും 2500. കൊള്ളാം ഈ പരിപാടി. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കാരിയർ ആവണം, അല്ലെങ്കിൽ ഇതിലേക്ക് ഇറങ്ങണതിന്റെ അടുത്ത് എങ്ങനെ ഇതിന്റെ മുഴുവൻ തിരിച്ചു ചെല്ലുന്നത് ഈ മയക്കുമരുന്ന് ലോകത്തേക്ക്. അതെ, അവിടേക്ക് തന്നെ തിരിച്ചു പോണതില്ലേ. എൻ്റെ അക്കൗണ്ടിലോ ആരുടെ അക്കൗണ്ടിലോ ഒന്നുമില്ല, എൻ്റെ ബോഡിയിൽ ഈ ഇഞ്ചക്ഷൻ കയറിയിട്ടുണ്ട്. ആ കളക്ട് ചെയ്ത 5000 രൂപ അടുത്ത പ്രാവശ്യം 10000 പോവുകയാണെങ്കിൽ ഒരു യാത്ര കൂടി ഒഴിവാക്കാം. പേടി തോന്നുന്നില്ല, ചെയ്തേ പറ്റുള്ളൂ എന്നൊരവസ്ഥ. അതിൽ ചെറിയൊരു എക്സാമ്പിൾ എനിക്കപ്പോൾ ചോദിച്ചപ്പോൾ തോന്നിയെന്നാ, മേ ബി എൻ്റെ അമ്മ മരിച്ചു കിടക്കുകയാണെന്ന് ഞാൻ ഇന്ന് രാവിലെ എഴുന്നേക്കുമ്പോൾ അറിയണം, എനിക്കിന്ന് അടിക്കാൻ ഇഞ്ചക്ഷൻ ഇല്ല, ഇത്രവസ്ഥ. ഇത് തിരുവനന്തപുരത്ത് കിട്ടും, അല്ലെ കോട്ടയത്ത് കിട്ടും.
ഇന്ന് ബസ്സും ഇല്ല, ലോറിയില്ല, സൈക്കിളും ഇല്ല. 3-4 മണിക്കൂർ കൊണ്ട് അവിടെ ചെന്നാൽ ഞാനിവിടെ നിന്ന് ഓടും വേണമെങ്കിൽ അതിന് വേണ്ടിയിട്ടല്ലേ. ചിലപ്പോൾ ആ പോക്കിൽ തളർന്നു വീണ് മരിച്ചു പോകും. പക്ഷെ നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ അതാണ്. ഇവിടെ നമ്മുടെ അമ്മയുടെ ബോഡി അല്ല നമ്മുടെ ഫസ്റ്റ് ഫോക്കസോ. ഇത് അവിടെ ചെന്നത് ഇല്ലെങ്കിൽ നമ്മൾക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഒരു ഷിവറിങ് കാണിച്ചിരിക്കും. കാരണം ഫുഡ് കഴിക്കാൻ പറ്റില്ല, നമുക്ക് തളർച്ചയാണ് ശരിയായിട്ടുള്ളൊരു ഫീലിംഗ്. ഞാൻ ഉപയോഗിച്ചിരുന്ന പല സാധനങ്ങൾ, കാരണം ഈ പറഞ്ഞ ബ്രൗൺ ഷുഗറൊക്കെ ഒരു സ്പൂണിൽ മിനറൽ വാട്ടർ പോലും അല്ല, വെള്ളത്തിൽ കലക്കി പഞ്ഞിയിട്ട് സിറിഞ്ചിൽ വലിച്ചെടുത്ത് ആര് കണ്ടുപിടിച്ചാണോ, ഇതിൻ്റെ ടെക്നോളജി എന്താണെന്നോ, ഇതിൽ മരിച്ചുപോയവരുണ്ട് ഒരുപാട് പേര്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പലരും എനിക്ക് തോന്നുന്നു അന്ന് കാലഘട്ടങ്ങളിലും മാൻ മിസ്സിംഗ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. മറ്റേ ഇതില്ലാണ്ട് പറ്റാത്തൊരു ഗോവയ്ക്ക് നാട് വിട്ടവരുണ്ട്. അവരൊക്കെ എവിടെ പോയി എന്ന് പോലും അറിയാൻ പാടില്ല. മറ്റേ ഇഞ്ചക്ഷൻ അടിച്ച് മരിച്ചു പോയവരുണ്ട്. അപ്പൊ അതൊക്കെ എൻ്റെ മുമ്പിൽ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നുള്ളതല്ലേ. എന്നിട്ടും നമുക്കിതില്ലാണ്ട് പറ്റില്ല, അതുകൊണ്ട് പേടിച്ചിട്ട് കാര്യമില്ല എന്നുള്ളൊരു സ്റ്റേജിലേക്ക് എത്തി നമ്മളങ്ങോട്ട്. ചില ടാബ്ലറ്റ്സിന്റെ കാര്യങ്ങൾ പറഞ്ഞു, പക്ഷെ അല്ലാത്ത ഇപ്പം കൊക്കൈനും ബ്രൗൺ ഷുഗറോ പോലുള്ള സാധനം അതിന് വേറെ സോഴ്സ് ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടുണ്ടാവില്ലേ? ഈ ഞാൻ ശരിക്കും ഉപയോഗിച്ചിരുന്ന സാധനം എന്ന് പറയുന്ന സാധനമായിരുന്നു. അത് ക്യാൻസർ പേഷ്യൻസിന് പെയിൻ കില്ലറായിട്ട് ഉപയോഗിക്കുന്നതാണ്. ക്യാൻസർ കൺഫേം ചെയ്ത പേഷ്യൻസിന് ആ പെയിൻ്റെ പവർ കുറയ്ക്കാനായിട്ട് ഒരു മണിക്കൂർ 2 മണിക്കൂർ അങ്ങോട്ടാണ്. ഇതാണ് ക്യാൻസറും ഇല്ല ഒന്നുമില്ലാത്ത നമ്മൾ കുത്തിക്കയറുന്നത്. ഇത് ആര് കണ്ടുപിടിച്ചെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ സൈഡ് എഫക്റ്റ് ഒന്നും നമുക്കറിയില്ല. ഇത് എൻ്റെ കൂടെ ഉണ്ടായ ആ സ്റ്റാർട്ടിങ്ങിൽ ആൾക്കാർക്ക് ഉണ്ടായ നോളജ്, അതായത് 1-2 ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു MBBS പഠിക്കുന്നവർ. അപ്പം അവർക്ക് ഇതിനെപ്പറ്റി ഒരു നോളജ് ഉള്ള കാരണം ഇതിൽ അകത്ത് ബബിൾസ് പാടില്ല. പിന്നീട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ പോലെ തന്നെ പുതിയ ആൾക്കാരും വന്നല്ലോ. ഈ ബബിൾ എന്താന്ന് പോലും അവർക്ക് അറിയില്ല. അവരിതിൽ വലിച്ചെടുക്കണു, നേരെ കുത്തി കയറ്റണു, കുറെ ഇറക്ക കയറണ്ട് ഇതിൻ്റെ അകത്ത്. ഇത് ചിന്തയൊന്നുമില്ല. അങ്ങനെ ചിന്തിക്കണമെങ്കിൽ ആദ്യം ഇതിന്റെ നമ്മൾ മറ്റേ അടിമയായി കഴിഞ്ഞ ഒരാൾക്ക് ആദ്യത്തെ ഞാൻ കുത്തുമ്പെന്ന് പറഞ്ഞാൽ കണ്ണടച്ചിരുന്നു, അല്ലെങ്കിൽ കൈ ഇങ്ങനെ പിടിച്ചാൽ തല ഇങ്ങോട്ട് ഒരാവശ്യമില്ല, വേണ്ടെന്ന് വെച്ചാൽ മതിയായിരുന്നു. അപ്പൊ ആദ്യത്തെ 2 കുത്തില് മറ്റേ പോലീസുകാരുടെ 2 പ്രാവശ്യം സ്റ്റേഷനിൽ കയറിയ പേടി പോയി എന്ന് പറയണ പോലത്തെ പരിപാടി ഉള്ളത്. കാരണം 2 കുത്തോടു കൂടി നമ്മുടെ പേടി പോയി. നമ്മളെ പോലീസ് നോക്കി തുടങ്ങി, അല്ലെങ്കിൽ നമ്മളെ പോലീസ് മനസ്സിലാക്കി തുടങ്ങി, നമ്മളൊരു അപകടത്തിലാണെന്ന് ബോധ്യപ്പെട്ടു. പിന്നെ ആ സമയത്ത് നമുക്ക് വിവരം കിട്ടിയിരുന്നു ഇത് നമ്മളൊരു സ്കാനറിന് കീഴിലാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച്? അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കാൻ പോണ സ്ഥലങ്ങൾ നമുക്ക് ഇവരുള്ള സ്ഥലങ്ങളിൽ വേണം നമുക്ക്, കാരണം ഇത് കിട്ടണമല്ലോ. അപ്പോൾ ഇതിൻ്റെ മറ്റേ കാരിയറോ അല്ലെങ്കിൽ പുഷപ്പ് വിൽക്കണ ആൾക്കാരുടെ പുറകെ എന്തായാലും പോലീസ്, നമ്മളെപ്പോഴേക്കും അതിലെത്തിയിട്ടില്ല. അപ്പോൾ അവരുടെ ഫോക്കസ് ചെയ്ത് ഇവരുണ്ട് പുറകെ, നമ്മുടെ നാർക്കോട്ടിക്സ് സെല്ല്. അതിലാണ് ഞാൻ എപ്പോഴും ഈ തുഫാൻ പരിപാടികളൊക്കെ ഇപ്പം ഞാൻ ഭയങ്കര ഫോക്കസ്ഡ് ആണ്. അദ്ദേഹത്തിന് ഇതെന്ത് പാർട്ടി ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ, പക്ഷേ ഇതിനെ അവർ നേരിടുന്ന രീതി നമുക്ക് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അന്ന് ഇത്രയും സ്ട്രോങ് അല്ലെങ്കിലും അവർ നാർക്കോട്ടിക്സ് സെല്ല് നമ്മുടെ പുറകെ ഉണ്ടായിരുന്നു. അത് ഞാനതിൽ എന്നെ ഫോക്കസ് ചെയ്തല്ലെങ്കിലും ഞാൻ വാങ്ങുന്ന ആൾക്കാരെ ഫോക്കസ് ചെയ്തവരുണ്ടായിരുന്നു. എങ്ങനെയാണ് പിടിയിലാവണമെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ഇതിൻ്റെ ഇടയിൽ ഒരു 2 പ്രാവശ്യം എന്നെ ഡി അഡിക്ഷൻ സെൻ്ററിൽ വരെ അഡ്മിറ്റ് ചെയ്തു. കാരണം വീട്ടിലൊക്കെ അറിഞ്ഞ മറ്റേ ഞാൻ ഈ പറഞ്ഞ നാട്ടിൽ പാട്ടായി, അല്ലെങ്കിൽ രാത്രി എൻ്റെ വീട്ടിൽ നാട്ടുകാർ വന്നു, റോട്ടിൽ മാസ് പെറ്റീഷൻ എന്ന് പറഞ്ഞ പരിപാടി നടക്കണു. പപ്പേനെയൊക്കെ ആൾക്കാർ പിടിച്ചു നിർത്തുകയല്ല, ആളൊക്കെ അവിടുത്തെ ഒരു പവർഫുൾ പേഴ്സൺ ആയിരുന്നു. അതുകൊണ്ട് മറ്റേ ഇവനൊക്കെ ഇങ്ങനെ വിട്ടാൽ ശരിയാവും. എന്നിട്ട് മറ്റേ വീട്ടിലൊക്കെ കയറി വന്ന് മറ്റേ രാത്രി 12 മണിക്ക് കള്ള കുടിച്ചിട്ട് അവരുടെയൊക്കെ ഒരു തോന്നിവാസം വീട്ടിലൊക്കെ ഇല്ലേ, മറ്റേ നമുക്ക് മറ്റേ തലവൊക്കെ നടക്കാൻ പറ്റില്ല എന്നുള്ളതല്ലേ. എന്നാൽ ഞാൻ എപ്പോഴും ആലോചിക്കും, ഞാൻ ഇവരെ ആരും ഉപദ്രവിച്ചിട്ടില്ല. എൻ്റെ ബോഡിയിൽ ഞാൻ ഇത്തിരി ഇത് കുത്തിക്കയറ്റി എന്നല്ലാണ്ട് എൻ്റെ പേരിൽ ഒരു ക്രിമിനൽ കേസോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടീനെ കളിയാക്കിയെന്നോ മറ്റേ ജെന്റിൽമാൻ എന്നൊരു പേരുണ്ടെങ്കിൽ എനിക്ക് അവകാശപ്പെട്ടൊന്നുമില്ല. അങ്ങനത്തെ കുറച്ച് ആൾക്കാരിൽ പെട്ട ആളാണ് ഞാൻ. പക്ഷേ
ഈ ഒരു ദിവസം രാവിലെ പിടിക്കപ്പെട്ടതിലേക്ക് വരുമ്പോന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ പോലീസൊക്കെ മറ്റേ ഇടയ്ക്ക് വരും വീട്ടില്, അല്ലെങ്കിൽ 3-4 പ്രാവശ്യമായിട്ട് എടാ എന്നെ നോക്കിയിട്ടുണ്ടാ, കാരണം ഇടയ്ക്കൊന്ന് കാണുമ്പോൾ ചെക്ക് ചെയ്യും നമ്മളൊക്കെ. നമ്മൾ ഇന്ന സ്ഥലത്ത് വെച്ചിട്ട് ഇപ്പുറത്തെ വഴി കൂടെ പോയി അതിലേ എടുത്ത് അപ്പുറത്തിരുന്ന് അടിച്ച് പോലീസ് പുറകിലും നമ്മൾ മുമ്പിലോട്ട് ഓടിക്കൊണ്ടിരിക്കേണ്ട അവസ്ഥയിലാണ് ലാസ്റ്റ് ഒരു 3 കൊല്ലത്തോളം 97 to 2000 നമ്മൾ മൂവ് ചെയ്യണത് തന്നെ. 2000 ഞാൻ എന്നെ പിടിക്കണത്. നേരെ നോർത്ത് സ്റ്റേഷനിലേക്ക് വിടുന്നു. അവിടെ ഒരു ദിവസം അവിടെ ഇരിക്കണു. രാത്രി 1 മണിയോളം ആയപ്പോൾ പാലാരിവട്ടത്തുള്ള മജിസ്ട്രേറ്റിൻ്റെ വീട്ടിലേക്ക് റിമാൻഡ് ചെയ്യണം. അവിടെ കൊണ്ടുപോയി റിമാൻഡ്. അപ്പോഴേക്കും നമ്മൾ നേരത്തെ വെച്ച പേടിയൊക്കെ വന്നാണ്. അതെന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് നമ്മൾ വിചാരിച്ചു 4 കൊല്ലമായിട്ട് അല്ലെ 5 കൊല്ലമായിട്ട് ഇത് അടിച്ചില്ലെങ്കിൽ ഒരു രക്ഷയില്ല എന്നുള്ളത്. അന്ന് അടിച്ചുമില്ല, ഒന്നുമില്ല, മറ്റേ കൈയും കാലും വിറച്ചുമില്ല. മറ്റേ വേറൊരു അടുത്ത ലോകം ഞാൻ പറഞ്ഞ ലോകം കാണുമായിരുന്നു ഞാൻ. പുതിയൊരു ജയില്, അല്ലെങ്കിൽ രാത്രി 1:30 മണിക്ക് എറണാകുളം സബ് ജയിലിൽ റിമാൻഡ് ചെയ്യണു. അവിടെയും ചെറിയ സ്റ്റോറിയൊക്കെ ഉണ്ടെങ്കിലും അത് മറ്റേ നമ്മൾ സിനിമയിലൊക്കെ ആയിട്ടുണ്ടല്ലോ നടയടി. അപ്പം എന്ന് പറഞ്ഞാൽ ചെന്നപ്പോൾ ഇതൊക്കെ ഉള്ള സാധനം തന്നെയാണ്, എന്നാൽ അതിരഹസ്യമാണ്. എനിക്ക് കിട്ടി 12 അടി ചൂരകളിൽ. അന്നാ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, അവരെയും ചെയ്തിട്ടില്ല. അത് അവരുടെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. അകത്തേക്ക് കയറണു. മറ്റേ എന്നോട് ഇന്ന് ഞാൻ മറക്കില്ല, ഇരിയുടെ അവിടെ എന്നാ പറഞ്ഞു. അപ്പം ഞാൻ മറ്റേ ഓർത്ത് കസേരയിലിരിക്കാനാ പറഞ്ഞത്. സിനിമയിലൊക്കെ ഉണ്ടല്ലേ, ഞാൻ ആ കസേരക്ക് ചൈരിയുടെ താഴെ അടുത്ത് വച്ചായിരുന്നു. താഴെ ഇരുന്നിട്ട് എന്നെ അയാൾ മറ്റേ ഭിത്തിയിൽ ചാരി ഇരുത്തി. എന്നിട്ട് ഈ കാലിങ്ങോട്ട് നീട്ടിവെപ്പിച്ചു. എന്നിട്ട് ഒറ്റടി എനിക്ക് ഓർമ്മയുള്ളൂ. അദ്ദേഹത്തിന് ഈ വണ്ണമുണ്ട് ആ ചൂരലിനല്ലേ, അതാണ് അവിടുത്തെ ചൂരല്. എന്നിട്ട് അതിന് നീളം ഇയാളിങ്ങനെ പിടിച്ചിട്ട് ഞാൻ ഇദ്ദേഹം എന്നാണ് വിളിക്കുക. കാരണം എന്നെ അനുഗ്രഹിച്ച ആൾക്കാരിൽ പെട്ടായിട്ടാണ് ഇവരെ കണ്ടേക്കണേ. കാരണം അതിൽ ഞാൻ പോയില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വേറൊരു സ്റ്റെപ്പിലായിരുന്നേനെ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയെന്നുള്ളൂ. ഇവരെ ഞാൻ ഫുൾ റെസ്പെക്റ്റോട് തന്നെ ഇദ്ദേഹം നിന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ഈ ബാക്കിലേക്ക് ഇങ്ങനെ വടി പോയിട്ട് ഈ മുട്ടിൻ്റെ കണ്ണയുടെ അല്ല, അതിൻ്റെ മുകളിൽ ആ മുട്ടിൻ്റെ മുകളിൽ അടിയിലുള്ള സ്ഥലമില്ലേ, അവിടെ പോയി ചൂരിൽ നിൽക്കുക. അപ്പം ഇയാൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി ഇവൻ ചിലപ്പോൾ കാല് വലിക്കും എന്നുള്ളത്. കാരണം ഞാൻ പേടിച്ചിട്ട് വേറൊരു പോലീസിന് 2 മുട്ടും അങ്ങോട്ട് കയറി നിന്ന് ലോക്ക് ചെയ്ത് സിമ്പിളായിട്ട് വെറുതെ ഒരു റണ്ണിട്ട് വന്നെ നമുക്ക് കാണാമായിരുന്നു. ആദ്യത്തെ അടിയിൽ തന്നെ എൻ്റെ കണ്ണിൽ ഇരുട്ടും നീരെ കൂടി ഒന്നിച്ചു വന്നു. മറ്റേ ഒരു ഷോക്ക് അടിച്ചെനിക്ക്. അത് തന്നെ. പിന്നത്തെ ഞാൻ അറിഞ്ഞില്ല. 11 ഞാൻ ഇരുന്ന് എണ്ണി. അങ്ങനെയാണ് ഞാൻ ഈ 12 എന്ന് പറയാൻ കാര്യമില്ലേ. അത് കഴിഞ്ഞിട്ട് എന്നോട് ഒന്ന് ചാടണ മറ്റേ ഇതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ പേപ്പർ ന്യൂസാണ്. മറ്റേ ഇന്നത്തെ പോലെ മീഡിയ ഇത്ര ആവാത്തത് കൊണ്ടും, അല്ലെങ്കിൽ വീഡിയോ അടക്കം, അല്ലെങ്കിൽ എൻ്റെയൊക്കെ ശരിക്ക് അങ്ങനെ വരണ്ടായിരുന്നു. ഒന്നും ഉണ്ടായില്ല. ചെറിയൊരു കോളത്തിൽ ഇന്നയാളുടെ മകൻ ഇത് ഫാമിലി ഇത് അപ്പോഴാണ് വീട്ടിലറിയണേ. ഭയങ്കര ഷോക്കിംഗ് ആയി പോകണല്ലേ. എനിക്ക് തോന്നുന്നു നമ്മളത് കാണാത്തത് കൊണ്ട് നമുക്ക് അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. അല്ലെങ്കിൽ ഇതെന്താ ഉറപ്പാണല്ലോ. നടയടി കഴിഞ്ഞ ശേഷം പിന്നെ പിറ്റേ ദിവസത്തെ ജയിൽ ജീവിതം തൊട്ട് നമ്മൾ എങ്ങനെയാണ് തിരിച്ചു വരണമെന്നൊരു ആഗ്രഹമാണോ? എന്താണ് പിന്നെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു 2 ദിവസം എന്താണ് ഈ ലോകം എന്നുള്ളതല്ലേ. കാരണം വാഷ്റൂമിന് ഡോറില്ല. ഈ ഇത് ഒരു എക്സ്പീരിയൻസ് ആയിട്ട് പറയണം. കാരണം ഇനി പോകാൻ ഉദ്ദേശിക്കുന്നവർ മറ്റേ അതിൽ ആലോചിച്ചു എന്നുള്ളതാണ്. വാഷ്റൂമിന് ഡോറേ ഇല്ല. അതിൽ മൊത്തം 40-50 പേർക്കുള്ള കപ്പാസിറ്റി ഉള്ളൂ ഈ ഞാൻ പോയ ജയിലിന്. അതിൽ താമസിക്കുന്നത് 180 കൂടുതൽ ആൾക്കാരാണ്. അവരുടെ എല്ലാം പ്രഭാതകൃത്യങ്ങള്, പിന്നെ വെള്ളം വന്നാ വന്നു. അപ്പൊ ബാക്കി ഊഹിക്കാല്ല ക്ലോസറ്റിന്റെ അവസ്ഥ എന്തായിരിക്കും. നമുക്കൊന്നും ചിന്തിക്കാത്ത ലോകം. ഇൻഡിവിജ്വലായിട്ട് വാഷ്റൂമും ബെഡ്റൂമും ഉള്ള ഒരാള് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ചെന്ന് ചാടിയേക്കണ ഒരു അവസ്ഥയാണത്. പോവാണ്ട് തന്നെ ഇരുന്നു കൊറാനും. അറ്റ് ദ സെയിം ടൈം ഈ ജയിലിൻ്റെ അകത്ത് ഒരു വാഷ്റൂം ഉണ്ട്. അതിൽ പോവാനേ പാടില്ല. അതിലെങ്ങാനും പോയാൽ അവർ തന്നെ ഇടിക്കും. അതെന്തിനാന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവണില്ല. അതിൽ പോവാൻ പാടില്ലാത്തൊരു വാഷ്റൂമാണ് അതിൻ്റെ അകത്തുള്ളതിൽ. പക്ഷെ ഇവരുടെയൊക്കെ ഓരോ കഥകൾ കേൾക്കുമ്പോന്ന് പറഞ്ഞാൽ നമ്മളുടെ കയ്യും കാലം ചെയ്തേക്കണ പണികളൊക്കെ ഇല്ലേ. പിടിക്കപ്പെട്ടത് കുറേ ഉണ്ട്, പിടിക്കാത്തതുണ്ട്, ഇനി ഓപ്പറേഷൻ നടത്താൻ പോണതുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഇതൊന്നും അറിയാൻ പാടില്ലാത്ത 24-25 വയസ്സായ ഞാനും വേണേ ഒരു വലിയ ക്രിമിനലായി മാറാം, തിരിച്ചു വരാം. അതെ,
അതിൽ ശരിക്കുള്ളതെന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഇതിനിറങ്ങാൻ തുനിഞ്ഞ്, അതാണ് ആലോചിച്ചത്. പേടി തോന്നിയോ അല്ലെങ്കിൽ തോന്നിയത് ഞാൻ ആലോചിച്ചു. അവിടെ നിന്ന് ആലോചന തുടങ്ങി, ഇനി എന്ത് ചെയ്യാം, ഇനി എന്തെന്ന് ആലോചിച്ചിട്ട് ഒരു പിടുത്തവും ഇല്ല. കയ്യിലാണെങ്കിൽ മറ്റേ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുമില്ല, നമ്മളതൊന്നും പൂർത്തിയാക്കിയിട്ടില്ല, ഒന്ന് ചേർന്നു എന്നല്ലാണ്ട് അതിൻ്റെ വേറൊരു സ്റ്റെപ്പിലേക്ക് എത്തിയിട്ടുമില്ല. അതീ കണ്ട ലോകം എന്ന് പറഞ്ഞാൽ അവരുടെ സ്റ്റോറീസ് വിറച്ചു പോയി ഞാൻ ശരിക്കും. ഒന്നില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു ജയിലിൻ്റെ പുത്രനായിട്ട് മാറുക. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കേസുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഒരു 30 കേസ് ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും പുറത്തേക്ക് ഇറങ്ങാം, കാരണം മറ്റേ കോടതിയിലേക്ക് കൊണ്ടുപോകുമല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു ശിക്ഷ കിട്ടിയാലും സെൻട്രൽ ജയിലിൽ കഴിഞ്ഞ് മറ്റേ കേസിന് വീണ്ടും പുറത്തിറങ്ങാം, അങ്ങനെ ജീവിക്കുന്ന ജീവിതം ആസ്വദിക്കുക. അത് തന്നെ ആസ്വാദനം എന്ന് പറഞ്ഞാൽ അവർ മറ്റേ ഇതിൻ്റെ അകത്ത് നമ്മൾ പേപ്പറിലൊക്കെ വായിക്കുന്ന പോലെ ചില കൊട്ടേഷൻ ടീം ആണെങ്കിൽ അതിൻ്റെ അകത്ത് പണി നടത്തുന്നവരുണ്ട്, അല്ലെങ്കിൽ ഇതെല്ലാം വേറൊരു ലോകം തന്നെയാണെന്നുള്ളതിൽ അന്നൊരു തീരുമാനം എടുത്ത് ജയിലിൻ്റെ പുത്രനാവാൻ പറ്റില്ല എന്നൊരു തീരുമാനം എടുത്ത് ബാക്കി ഇറങ്ങിയിട്ട് ആലോചിക്കാന്നുള്ളതില്ലേ. അനുഗ്രഹമാണോ ഭാഗ്യമാണോ സമയമാണോ, 36-ാം ദിവസം എനിക്ക് ജാമ്യം കിട്ടി. അതുകൊണ്ട് അങ്ങനെയായിരുന്നു ഞാൻ ജാമ്യത്തിൽ ഇറങ്ങണത്. കേസ് 10 കൊല്ലം എടുത്തു. എൻ്റെ വക്കീൽ മിടുക്കനായിരുന്നുകൊണ്ടാണോ, ജുഡീഷ്യറി എനിക്ക് തന്ന ആനുകൂല്യമാണോ, എൻ്റെ കേസ് വാദിച്ചത് എൻ്റെ വക്കീൽ അങ്ങനെയായിരുന്നു. ഒരു കാലഘട്ടങ്ങളിൽ അങ്ങനെയൊക്കെ ഓപ്ഷൻ ഉണ്ടായിരുന്നു നമ്മുടെ ഈ ജുഡീഷ്യറിയിലുള്ള ഒരു ഇത്. സാധ്യത അവസരം കൊടുത്തു. പ്രായവും എൻ്റെ ബാക്ക്ഗ്രൗണ്ടും വെച്ച് നോക്കിയിട്ട് ഇല്ല, ഒപ്പം തന്നെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിലും ഇല്ല ആർക്കും. അപ്പോൾ നമ്മൾ പ്രായം തെറ്റിയൊരു പ്രായത്തിൽ 2 വഴി വന്നപ്പോൾ ഒരു വഴി സെലക്ട് ചെയ്തു. ആ വഴി ശരിയല്ലാന്ന് തോന്നിയത് കൊണ്ട് ഒരവസരം കൊടുത്തു. 10 കൊല്ലം എടുത്തു അതിന്. അതിനു മുമ്പ് കോടതി മറ്റേ അന്വേഷണം വെച്ചു സ്പെഷ്യൽ ടീമിനെ കൊണ്ട്. അതായത് ഇപ്പോഴത്തെ എൻ്റെ സ്റ്റാറ്റസ് എന്താണ്, അല്ല എൻ്റെ പ്രൊഫൈൽ എന്താണെന്നുള്ളതല്ലേ. ആ പ്രൊഫൈലിൽ ഞാൻ മറ്റേ ഇപ്പം പറയുന്ന ഇപ്പം ഞാൻ ഒരു GM ആണ് ഒരു സ്ഥാപനത്തിൻ്റെ. അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലായിരുന്നു ഞാൻ. ഒരു കാലഘട്ടങ്ങൾ ഉപയോഗിച്ചിരുന്നു, ഇന്ന് ഉപയോഗിക്കാനില്ല. അപ്പോൾ മറ്റേ പബ്ലിക് പ്രോസിക്യൂട്ടർ ചോദിച്ചതുകൊണ്ട് അതെങ്ങനെ തെളിയിക്കാൻ പറ്റും എന്നുള്ളതല്ലേ, ഉപയോഗിക്കാനില്ല എന്നാണ്. എന്നെ 10 ദിവസം എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ ഡോക്ടറുടെ അണ്ടറിൽ ഒബ്സർവേഷനായിരുന്നു ഞാൻ. എന്നിട്ട് അദ്ദേഹമാണ് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുത്തത്. എൻ്റെ ബ്ലഡ് എടുത്ത് ചെക്ക് ചെയ്തു. അത് കൂടാണ്ട് മറ്റേ കൗൺസിലിംഗ് സാധനങ്ങളൊക്കെ ആയിട്ട് റിസൾട്ട് കോടതിക്ക് പോയിട്ട് കോടതിയിൽ നിന്ന് വന്ന ഉത്തരവ് ഇതായിരുന്നു, മറ്റേ ഒരു കാലഘട്ടത്തിൽ പറ്റിയ തെറ്റിനെ കോടതി അംഗീകരിക്കണം, ഇനി ഇതിലേക്ക് പോകാൻ പാടില്ല എന്നൊരു വാർണിംഗും ഉണ്ടായിരുന്നു. എൻ്റെ അനുഗ്രഹം ഈ പറഞ്ഞ പോലെ അന്ന് പിടിച്ചന്ന് ഞാൻ ഉപയോഗിക്കാൻ പറ്റിയില്ല, അതിൻ്റെ തലേ ദിവസം ഉപയോഗിച്ചത്. അന്ന് 2000 ആ ഡേറ്റ് ഞാൻ ക്ലിയർ ആയിട്ട് ഓർക്കണില്ല. അന്ന് നിർത്തിയ ആ ഇഞ്ചക്ഷനോ ഇതോ ഇപ്പോൾ 26-27 കൊല്ലമായിട്ട് എൻ്റെ ലൈഫിൽ പിന്നീട് എനിക്ക് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. അല്ലെങ്കിൽ ഇനി ഒരു ടേസ്റ്റ് ചെയ്യണമെന്നോ അങ്ങനെ ഒരു സംഭവം എനിക്ക് ചിന്തിക്കാനും പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു കോഴ്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ് 96-ൽ. അത് ഞാൻ ഫസ്റ്റ് റാങ്കിലാണ് പാസ് ഔട്ടായത്, പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് ചേർന്നതിന് മുമ്പ്. അതെടുത്തൊന്ന് പൊതി കെട്ടി നോക്കി. അതെൻ്റെ ഒരു പാഷനും ആയിരുന്നു. അത് പാഷൻ മാത്രമല്ലായിരുന്നു, അതിനൊരു ഡെഡിക്കേഷൻ വേണം ശരിക്കും, അല്ലെ റെസ്പോൺസിബിലിറ്റി ഉള്ളൊരു അത് വേണമെങ്കിൽ എനിക്ക് ഈസി ആയിട്ട് പറ്റും എന്നുള്ളതില്ലേ. ആ സർട്ടിഫിക്കറ്റ് എന്നെ ചതിച്ചില്ല. അതും കൊണ്ട് പോയിട്ട് 8 കൊല്ലം ഒരുപാട് സ്ട്രെയിൻ എടുത്തു. കാരണം ഞാൻ വരുന്ന കരയേണ്ടി വന്നിട്ടുണ്ട് എനിക്ക്. അപ്പോൾ ഇതൊരു അനുഭവങ്ങൾ സത്യസന്ധമായി അങ്ങ് തുറന്ന് പുഴ പോലെ ഒഴുകുകയാണ്. തമസോമ ജ്യോതിർഗമയ, നമ്മൾ ആ പ്രകാശത്തിലേക്കുള്ള ഇരുട്ടിൽ നിന്ന് ഉള്ള പ്രകാശത്തിലേക്കുള്ള സഞ്ചാരത്തിൻ്റെ വഴികളാണ് നമ്മൾ കണ്ടത്. തീർച്ചയായും ഇത് കാണുന്ന ഒരാളെങ്കിലും സ്വയം തിരിച്ചറിഞ്ഞ് ഇത്തരം വളരെ മാരകമായ ലഹരി, അതിൻ്റെ ജീവിതം, അതുമായി ബന്ധപ്പെട്ട കൈവഴികളിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു തിരിച്ചറിവാകട്ടെ, ഇനിയും സമയമുണ്ട് എന്നുള്ള ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കാൻ വേണ്ടിയാണ് ഈ സംസാരം. അദ്ദേഹം തുറന്നു പറയാൻ ഒരു അല്പം റിസ്ക് എടുത്തത്. സാധാരണഗതിയിൽ ആരും ഇങ്ങനെ വന്ന് ക്യാമറയ്ക്ക് മുമ്പിൽ സംസാരിക്കാമല്ലോ, പക്ഷേ എന്നിരുന്നാൽ പോലും ഇത് ഭാവി തലമുറയ്ക്ക് അവരുടെ ഒരു ഭാവിയെ കൂടി മുന്നിൽ കണ്ടാണ് ആ ഒരു കാര്യത്തിന് അദ്ദേഹം ഇത് മുന്നിട്ടിറങ്ങിയത്. എന്തായാലും മിസ്റ്റർ എക്സിന് എല്ലാവിധ അഭിനന്ദനങ്ങളും മാത്രമല്ല തിരിച്ചുവരവേൻ്റെ അഭിനന്ദനങ്ങളൊപ്പം തന്നെ നല്ലൊരു ഭാവിയിലേക്കുള്ള ഇനിയും യാത്രകൾ തുടരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യും. താങ്ക് യു സോ മച്ച്. ഒരു കാര്യം കൂടി ഞാൻ വേണമെങ്കിൽ ഓർത്തുകൊണ്ട് പറയാം, ഇതിൽ നേട്ടമെന്ന് പറഞ്ഞാൽ നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. എന്ത് നേടിയെന്ന് ചോദിച്ചാൽ നഷ്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളത് ഈ പറഞ്ഞ എല്ലാവരും ഇനി തുടങ്ങാനുള്ളവരും മനസ്സിലാക്കുക. ഇനി തുടങ്ങിയവർക്ക് പറ്റില്ല എന്ന് ഇനി വേണ്ടെന്ന് വിചാരിച്ചാൽ മുന്നോട്ട് ഈ പറഞ്ഞ വലിയൊരു ഭാവി ഉണ്ടെന്നുള്ളതും ഓർത്തിരിക്കുന്നാൽ അടിപൊളിയായിരിക്കുള്ളൂ.
ഒരാളെങ്കിലും ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ഇതൊന്ന് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരാൾക്കെങ്കിലും നിർത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്.